പരസ്പര ധാരണയാണ് ഏതൊരു കുടുംബത്തിന്റെയും അടിത്തറ. എന്നാൽ കുടുംബത്തിലെ ആരെങ്കിലും ഒരാൾ സംശയരോഗിയായാലോ? ഇതാ ഇവിടെ എന്ത് കാര്യത്തിനും ഭാര്യയെ സംശയിക്കുന്ന ഒരു വ്യക്തിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈശ്വരാ, ഈ ഭൂമിയിൽ ഒരു പെണ്ണും എന്നെ പോലെ ഇത്ര സൗന്ദര്യത്തോടെ ജനിക്കരുത്. മിസ്സായിരുന്ന സമയത്ത് എന്നെ മിസ്സിസ് ആക്കാൻ എത്രയെണ്ണ എന്റെ പുറകെ നടന്നു. സൗന്ദര്യം ആർക്കും ഇത്ര ഓവറായിട്ട് കൊടുക്കരുതേ ഭഗവാനെ. എന്നിട്ട് ഇത്ര സൗന്ദര്യമുള്ള എനിക്ക് കിട്ടിയതോ ഒരു തരി സൗന്ദര്യം ഇല്ലാത്ത സംശയരോഗ്യമായ ഒരു കോന്തം ഭർത്താവിനെ. ഭഗവാനെ, മരിക്കുന്നതിന് മുന്നേ ഒരു ദിവസമെങ്കിലും ഈ പതിവ്രതയായ ഭാര്യയ്ക്ക് മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ ഭാഗ്യം തരണേ. രാജി, രാജി, ഈശ്വരാ, ദേ എത്തി. കാത്തോളണേ എന്നെ. രാജിമോളെ, വാതില് തുറക്ക്. പതിവില്ലാതെ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. വാതില് തുറന്നിട്ടിരിക്കുക ചേട്ടാ, കേറി പോരെ. അയ്യോ, കയ്യെന്താ ഇങ്ങനെ പിടിച്ചേക്കണേ? എന്റെ ചക്കരമോൾ, ഈ രണ്ടു പേരിൽ ഏതെങ്കിലും തൊട്ടേ. എന്തിനാ ചേട്ടാ? എന്റെ പൊന്നൊന്ന് തൊട്. എന്റെ ചേട്ടന്റെ ആഗ്രഹമല്ലേ, ദേ തൊട്ടു. ജോഷി, അപ്പൊ ജോഷിയാണല്ലേ നിന്റെ കള്ള കാമുകൻ? ചേട്ടാ, നീ വലത്തെ വിരലില്ല തൊട്ടിരുന്നെങ്കിൽ പെയിന്റിങ്ങിന് പോണ അനീസാണ് നിന്റെ കാമുകൻ. എന്റെ ദൈവമേ, നിങ്ങൾക്ക് വീണ്ടും തുടങ്ങിയോ മുടിഞ്ഞ സംശയം? പറയടി, ജോഷി ഇവിടെ വരാറുണ്ടാ? ജോഷി നിന്നെ ഫോണിൽ സംസാരിക്കാറുണ്ടാ? നിങ്ങൾ ഈ പറയുന്ന ജോഷി ഒരു ചെറിയ പയ്യനല്ലേ? അയ്യോ, പയ്യൻ. എടി, ഈ ബെൻസും വോൾവോ കാറും ഓടുന്ന അതേ റോട്ടിൽ കൂടി തന്നെയാണ് ഈ കുഞ്ഞു നാനോ കാർ ഓടുന്നത്. അതുകൊണ്ട് നീ ആവർത്തനം പറയരുത്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്നെ സംശയിക്കുന്ന ഒന്ന് നിർത്ത്. കല്യാണം കഴിഞ്ഞിട്ട് ഇതേവരെ ഏതെങ്കിലും ഒരു പുരുഷന്റെ മുഖത്ത് അരമണിക്കൂറെ കൂടുതൽ ഞാൻ നോക്കിയിട്ടുണ്ടോ? അതില്ല. അതുകൊണ്ടാ ഞാൻ ഈ പറയുന്നത്. ഇനി എന്നെ നിങ്ങൾ സംശയിച്ചാ നിങ്ങളുടെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ തൂങ്ങിച്ചാവും. പോർന്ന് ഒരു തമാശ പറഞ്ഞപ്പോഴത്തേക്ക് അതുമ്മേ കയറി പിടിക്കണം. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കാൻ. ഇനി സംശയത്തിന്റെ പേര് നമ്മുടെ വീട്ടിൽ യാതൊരു വഴക്കുണ്ടാവൂല. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. സത്യം? ഇപ്പൊ നിനക്കായ സംശയം. എടി, സത്യം. എന്റെ കൃഷ്ണ. ആരാടി കൃഷ്ണൻ? എവിടാടി അവന്റെ വീട്? അവനും നീയും തമ്മിൽ എന്താടി ബന്ധം? എവിടെ വെച്ചാടി നീയും അവനും തമ്മിൽ ആദ്യമായി പരിചയപ്പെട്ടത്? ഞാൻ ഭഗവാൻ കൃഷ്ണനെയാ വിളിച്ചത്. അതേടി, നീ 16,008 ഭാര്യമാരുള്ള കൃഷ്ണനെ വിളിക്കൂ. സീതയെ മാത്രം കെട്ടി മര്യാദ പുരുഷോത്തമനായി ജീവിച്ച രാമനെ നീ എന്തുകൊണ്ട് വിളിച്ചില്ല? അതാ പറഞ്ഞ നീ ശരിയല്ല. ശരി, എന്നാ ഇനി ഞാൻ രാമനെ തന്നെ വിളിക്കാം. എന്റെ രാമാ. എന്തോ എന്നെ വിളിച്ചു ചേച്ചി? ഞാനങ്ങോട്ട് വരണോ? കുടുംബം കലക്കാതെ പോടാ പട്ടി. ഇപ്പൊ പോടാ, എന്നിട്ട് ഞാൻ അല്ലാത്ത പോവാടാ. എടി, കഴിഞ്ഞ ദിവസം നീ തിരക്കുള്ള ബസ് യാത്ര ചെയ്തപ്പോ നിന്നെ ആരെങ്കിലും ചെയ്തായിരുന്നാ? ഓ, തൊടുന്നതിനും പിടിക്കുന്നതിനും നിങ്ങൾക്ക് മുടിഞ്ഞ സംശയ. അപ്പൊ തൊടുന്നുണ്ട്, പിടിക്കുന്നുണ്ട്, അത് നീ സമ്മതിച്ചല്ല. എന്റെ ദൈവമേ, പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ കെട്ടിയത് മനുഷ്യ? മിഠായി തിന്നുന്ന സമയത്ത് ആരെങ്കിലും ഓർക്കോടി പല്ല് പിന്നീട് പുഴുതിന്നു? എടി, എന്റെ ഭാര്യയെ കുറിച്ച് എനിക്ക് കുറെ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ത് സങ്കല്പം? അത്തിമുറ്റത്തെ പ്രൊഫസർ ജയന്തിയുടെ സൗന്ദര്യം, ചന്ദനമഴയിലെ അമൃതയുടെ നിഷ്കളങ്കത, പരസ്പരം സീരിയൽ പരസ്പര ബന്ധമില്ലാതെ അഭിനയിക്കുന്ന ദീപ്തിയുടെ ശാലീനത. എന്നിട്ട് എനിക്ക് കിട്ടിയതോ ചാളമേരിയെ പോലത്തെ ഒരു കൂതറ സാധനത്തില. എന്നിട്ട് ഞാൻ ജീവിക്കുന്നില്ലേ ഒരു പട്ടിയെ പോലെ? ജിമ്മി, നിന്റെ കാര്യമല്ല, ഞാൻ എന്റെ കാര്യം പറഞ്ഞത്. എടാ, എനിക്കും ഉണ്ടായിരുന്നു കുറെ സങ്കല്പങ്ങളൊക്കെ. എന്നിട്ട് എനിക്ക് കിട്ടിയതാ പട്ടുസാരിയിലെ അജയൻകുട്ടനെ പോലെ ഒരു പൊട്ടനെ. സ്വഭാവമാണെങ്കിലോ ജോൺ ബ്രിട്ടാസിനെ പോലെ ഇങ്ങനെ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചോണ്ടിരിക്കും. രാജി, നീ വേണം എന്റെ അമ്മക്ക് വിളിച്ചോ, പക്ഷെ എന്റെ മുഖത്ത് നോക്കി അജയം പൊട്ടാന്ന് മാത്രം വിളിക്കരുത്. എനിക്ക് മതിയായി. കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് തുടങ്ങിയ സംശയമാ. രാജി, നീ അങ്ങനെ പറയരുത്. പറയരുത്. എന്താ പറഞ്ഞ? കല്യാണത്തിന് മുമ്പും എനിക്ക് നിന്നെ സംശയം ഉണ്ടായിരുന്നു. ഇനി ഒരു സെക്കൻഡ് പോലും ഞാൻ ഈ വീട്ടിൽ നിക്കത്തില്ല. ഞാൻ പോവാ. ആരോടൊപ്പം? എപ്പോ പോവാനാണ് പ്ലാൻ? എങ്ങോട്ടാ ട്രിപ്പ്? ഊട്ടിക്ക് വിട്ടോടി, അവിടെ നല്ല തണുപ്പാ. എടി വഞ്ചകി, നിങ്ങൾ ഒരു കാലത്ത് നന്നാവത്തില്ല മനുഷ്യ. നീ നന്നാവില്ല. നിങ്ങൾ നന്നാവത്തില്ല. നീ നന്നാവത്തേ ഇല്ല. ഒരു കാലത്ത് നന്നാവത്തില്ല. നിന്റെ ഒന്നും നിർത്തിക്കേ. നിങ്ങൾ ഈ തല്ലുപിടുത്തം മതിയാക്കിട്ടെ നന്നായിട്ട് ഭക്ഷണം കഴിക്കി, നന്നായിക്കോളും. നല്ല തക്കിടി മുണ്ടന്മാരാവുന്നേ. എന്റെ മധു. നിന്റെ മധുവോ? അയ്യോ, അപ്പുറത്തെ വീട്ടിലെ മധു. നിനക്കറിയാവോ, കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഞാൻ നല്ല നെയ് റോസ്റ്റ് പോലെ ഇരുന്നതാ. അതിനെന്താ കുഴപ്പം? ചേച്ചി ഇപ്പൊ നല്ല മസാല ദോശ പോലെയല്ലേ ഇരിക്കുന്നത്. മധുവേ, എന്താ ഏട്ടാ? ഈ മസാല ദോശ തിന്നാൻ നിനക്ക് ചട്നി വേണ അതോ സാമ്പാർ വേണ? വട ഫ്രീയാടാ.
ഒന്ന് പോയേട്ടോ അവിടെ. എന്റെ കുടുംബത്തിൽ വന്ന് മസാല ചേർക്കല്ലേ. അല്ല ഞാൻ ഇതെന്റെ വീടാ, നിനക്കെന്താ ഇവിടെ കാര്യം? നിങ്ങൾ എങ്ങനെ കിടന്ന് ബഹളം വെച്ച ഞാൻ എങ്ങനെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നേ? നീ സാധാരണ ഇവിടെ കിടന്നാണ് ഉറങ്ങണത്. ഇവിടെ കിടന്നുറങ്ങാൻ ചേട്ടൻ സമ്മതിക്കൂല. ഇവിടെ കിടന്ന് ഉറങ്ങടാ. നിന്നെ പാട്ട് പാടി ഓർക്കും, ഈ വാനം പാടി. എന്റെ പൊന്നു മധു. എന്റെ പോയിട്ട് ഇപ്പൊ പൊന്നു വന്നാ. മധു, എന്താ ചേച്ചി? നീ അങ്ങേരോട് ഒന്നും മിണ്ടാ നിക്കണ്ട. അങ്ങേർക്ക് എന്നെ മുടിഞ്ഞ സംശയവാ. എന്റെ പപ്പേട്ട കപ്പ നട്ടാന്നാ? കപ്പ നട്ടാന്നല്ല, എന്റെ പപ്പനാഭൻ ചേട്ടാ. ചേട്ടൻ അറിയാൻ പാടില്ലേ? എന്ത് ചേച്ചി മറ്റേതാണെന്ന്. എന്താടാ? പതിവ്രത. ഓ എടാ, നിനക്കറിയാലോ എന്നെ. ഞാൻ ഇങ്ങനെ ദൈവത്തെ പോലെയാ കാണുന്നത്. ഓ ദൈവം, ദേ നോക്കിയടാ, ഇത് കണ്ട? അയ്യോ, ഇതെന്ത് പറ്റിയതാണ്? 5 സ്റ്റിച്ചാണ്. ദൈവത്തിന്റെ ചെരവ കൊണ്ടടിച്ചതാണ്. ആര്? ഈ നിക്കണ ഭക്ത. അയ്യോ, കള്ളം, പച്ചക്കള്ളം. ഇനി ഒരു നിമിഷം പോലെ ഇവിടെ നിൽക്കരുത്, പൊക്കോളണം. ഹായ്, എടാ, അങ്ങനെ വെറും കൈയോടെ ഇറങ്ങി പോകുമെന്ന് വിചാരിക്കണ്ട. എന്റെ അച്ഛൻ നല്ല സ്ത്രീധനം തന്നിട്ടാ നിങ്ങളെ എന്റെ തലയെ കെട്ടിവെച്ചത്. എടി, ഒരു അപകടം നടക്കുമ്പോ ഇൻഷുറൻസ് കിട്ടണതേ നാട്ടു നടപ്പാ. ചേച്ചി വിഷമിക്കണ്ട ചേച്ചി. തോളത്തുനിന്ന് കയ്യറാ. എന്റെ പൊന്നോ, അല്ലേലും ഭാര്യമാരും മൊബൈൽ ഫോണൊക്കെ ഒരേപോലെയാണ്. രണ്ടും കാശ് പോണ സാധനങ്ങളല്ലേ. രണ്ടും കുറെ നാൾ കഴിയുമ്പോ മാറ്റാനും തോന്നും. പിന്നെ അത് മറ്റൊരാളുടെ കയ്യിലിരിക്കുന്നത് കാണുമ്പോൾ ആയിരിക്കുള്ളൂ അതിന് കൂടുതൽ ഭംഗി തോന്നുക, അല്ലേ ഏട്ടാ? അത് ശരി. അപ്പൊ ഈ മൊബൈൽ ഫോണിന് ഭംഗിയുണ്ട്. നിനക്ക് ഇതിലൊരു സിം കാർഡ് ഇട്ടിട്ട് ഒരു കുഞ്ഞി കോൾ വിളിക്കാൻ ഒരു താല്പര്യമില്ലേ? ഒന്ന് പോയേട്ടാ, തമാശ പറയാതെ. എടാ, ജനിക്കണമെങ്കിൽ മനുഷ്യനായിട്ട് ജനിക്കണം. അത് നല്ല കുടുംബത്തിൽ ജനിക്കണം. ഞാൻ നല്ല കുടുംബത്തിൽ തന്നെയാ ജനിച്ചത്. ഓ, നല്ല കുടുംബം. നിനക്കറിയാമോ, ഇവക്കടെ അച്ഛൻ ഇപ്പോഴും ജയിലില്ല. ശരിയാണോ ചേച്ചി? അതിന് ഗാന്ധിജി വരെ ജയിലിൽ കിടന്നിട്ടുണ്ടല്ലോ. ഗാന്ധിജി ബ്രിട്ടീഷുകാരുടെ കുളിമുറിയിൽ ഒളിക്യാമറ വെച്ചിട്ടല്ല ജയിലിൽ പോയി കിടന്നത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാ. നിങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ കാര്യമൊന്നും പറയരുതേ. അജയം പൊട്ടൻ. എന്താടി നീ വിളിച്ചത്? അജയം പൊട്ടാന്നാ? നിന്നെ ഇന്ന് ഞാൻ എന്താ പപ്പേട്ട കാണിക്കുന്നത്? തല്ലല്ലേ പപ്പേട്ട. ഈ സ്ത്രീ എന്ന് പറഞ്ഞ അമ്മയാണ്, ദൈവമാണ്, പ്രകൃതിയാണ്, പുണ്യമാണ്, പിണ്ണാക്കാണ്. ഒരിക്കലും ആ സ്ത്രീകളൊന്നും തല്ലരുത്, തള്ളി പറയരുത് പപ്പേട്ട. ഒരിക്കലുമില്ല. സ്ത്രീകൾക്ക് വേണ്ടി രോഷം കൊള്ളുന്ന മധു, നിന്റെ അമ്മ ഇപ്പൊ എവിടെയാ? അമ്മ ഇപ്പൊ വൃദ്ധസാധനത്തിലുണ്ട്. മാസം 650 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. അതിനുള്ള പണിയാ തള്ള അവിടെ എടുക്കണുണ്ടെന്നേ. സ്വന്തം അമ്മയെ വൃദ്ധസദനത്തിലാക്കിയിട്ട് അവൻ നിന്ന് വീമ്പളക്കുന്നു. എടാ, അമ്മമാരെ കൊണ്ടാക്കാനുള്ള സ്ഥലമല്ല വൃദ്ധസദനം. അറിയാം ചേച്ചി, അച്ഛന്മാരെ കൊണ്ടാക്കുന്ന സ്ഥലമാണ് വൃദ്ധസ്ഥാനം എന്ന് അറിയാം. പക്ഷെ അച്ഛനെ ഓടിച്ചിട്ട് കിട്ടിയില്ല. ആ കാരണവരും ഓടിക്കളഞ്ഞ്. എടാ, അതല്ല. കുടുംബത്തിൽ സമാധാനം തരാത്ത സംശയ രോഗികളായി ഇങ്ങേരെ പോലെയുള്ള ആണുങ്ങളെ തൂക്കിയെടുത്ത് കൊണ്ടാക്കാനുള്ള സ്ഥലമാ വൃദ്ധസദനം. മനസ്സിലായോ? മതിയടി, അവൻ പോയി. ഞാൻ അവനോടല്ല, നിങ്ങളോടാ പറഞ്ഞത്. എന്റെ പൊന്നോ, എന്താ സൗന്ദര്യം! സത്യത്തെ കോപം വരുമ്പോഴാ നിന്റെ സൗന്ദര്യം വർക്കൗട്ട് ആവുന്നത്. നിങ്ങളൊന്ന് പോയി ഇങ്ങോട്ടൊന്ന് നോക്കിയടി. പോടുന്നു. ഇപ്പൊ നിന്നെ ആര് കണ്ടാലും പറയും ജൂഹിച്ചവള തന്നെ. ജൂഹിച്ചവളെയോ? ഞാനോ? ജൂഹിച്ചവളല്ല, ഞാൻ ഊഹിച്ചവള് തന്നെ ഇന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഭയങ്കര പുച്ഛവാ, എനിക്കറിയാം. ഓ എന്റെ പൊന്നെ, കരയണ്ട. കരഞ്ഞു കരഞ്ഞ് ഇനി മുഖവും വയറും വീർപ്പിക്കണ്ട. അതിന് ഞാൻ വയറ് വീർപ്പിച്ചില്ലല്ലോ. വയർ വീർപ്പിച്ചാ കൊല്ലും ഞാൻ. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എന്നെ ഭയങ്കര സംശയവാ. എന്റെ രാജി, ഒരു മസാല ദോശ തീരാവുന്ന പ്രശ്നമേ നമ്മൾ തമ്മിലുള്ളൂ. ഞാൻ ഓടിപ്പോയിട്ട് ഒരു മസാല ദോശ മേടിച്ചിട്ട് പറ്റേ? മേടിച്ചു തരോ? പിന്നെ നിനക്ക് മേടിച്ചു തരാതെ ഞാൻ ആർക്ക് മേടിച്ചു കൊടുക്കാനാ? അതെ, ഞാൻ മസാല ദോശ മേടിച്ചിട്ട് വന്നവരെ നീ വാതിലടച്ചിരുന്നോളാം. ആര് വന്ന് മുട്ടിയാലും തുറക്കരുത്. ശരി. എന്നാ വാതിലടച്ചോ. എന്തൊക്കെ പറഞ്ഞാലും അങ്ങേർക്ക് എന്നോട് ഭയങ്കര സ്നേഹ. അല്ലെങ്കിൽ മസാല ദോശ വാങ്ങിച്ചു തരാന്ന് പറയോ? ഇതാരാ ഈ നേരത്ത്? ദാ വരുന്നു. എടീ, ആര് വന്ന് വാതിലെ മുട്ടിയാലും തുറക്കരുതെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഈ വാതിൽ തുറന്നത്? ആരടി ഇവിടെ സിഗരറ്റ് വലിച്ചത്? സിഗരറ്റ് വലിച്ചെന്നോ? ആര്? നിങ്ങൾക്ക് ഭ്രാന്താണ്. എന്നാ പറ, ആരാടി ഇവിടെ ഹാൻസ് പരാഗ് വെച്ചത്? ഹാൻസ് പരാഗോ? ആ, വായിലും മൂക്കിലും ഒരുപോലെ വെക്കുന്ന സാധനം. ഇവിടെ ആരും ഒന്നും വെച്ചിട്ടില്ല. ഒന്ന് പോ മനുഷ്യ. ശരി, ആരാടാ അത്? ആര്? എന്റെ നിഴലായിരുന്നാ? ഇപ്പൊ ഞാൻ ഇടിച്ചു കൊന്നേനെ. ഓ, നിങ്ങളുടെ സംശയം ഒരു കാലത്ത് തീരില്ല. ഇപ്പൊ തീർന്നല്ല. ഞാൻ പെട്ടെന്ന് പോയിട്ട് മസാല ദോശ മേടിച്ചിട്ട് വരാട്ടാ. ഒന്ന് പെട്ടെന്ന് പോ മനുഷ്യ. എന്നെ പെട്ടെന്ന് പറഞ്ഞൂടാ, നിനക്കെന്താ ഇത്ര ധൃതി? അയ്യോ, വിശന്നിട്ടാ. ഓ അതായിരുന്നാ? എന്നാ ഞാൻ ഒറ്റ ഓട്ടത്തിന് പോയിട്ട് വരാം. എന്റെ ഭഗവാനെ, ഈ നരകത്തിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാന്ന് വിചാരിച്ച ഇയാള് നാട് മുഴുവൻ പറഞ്ഞു വരുത്തും ഞാൻ ആരുടെയോ കൂടെ ഒളിച്ചോടി പോയിന്ന്. എന്റെ വിധി. ഇയാള് പോയില്ലേ? ഓ, ഇന്ന് ഞാൻ ഇയാളെ കൊല്ലു. നോക്കിക്കോ. എന്താണോ തനിക്ക് വേണ്ടത്? ഇയാള് പോയില്ലേ? ചേച്ചി, ഇത് ഞാനാണ്. അയ്യോ, മധു ആയിരുന്നോ? ഞാൻ കരുതി പപ്പേട്ടനായിരിക്കും. അപ്പൊ പപ്പേട്ടൻ ഇവിടെ ഇല്ലേ? ഇല്ല. അത് നന്നായി.
മധു നീ എന്തിനാ വാതിലടയ്ക്കുന്നേ? അല്ല ചേച്ചി, കുറച്ചു നാളായി ഞാൻ ചേച്ചിനോട് ഒരു കാര്യം ചോദിക്കണം എന്ന് എഴുതിയിരിക്കണം. എന്ത് കാര്യം? എപ്പ ചോദിക്കാൻ വന്നാലും ആ പപ്പേട്ടൻ ഉണ്ടാവും ഇവിടെ. മധു നീ വേഷം കിട്ടില്ല. ഞാനാ ടൈപ്പൊന്നും അല്ല. പക്ഷെ ഞാൻ ആ ടൈപ്പ് ആണല്ലോ. കളിക്കല്ലേ, നീ വേഗം വാതിൽ തുറക്ക്. ചേട്ടനെങ്ങാനും ഇത് കണ്ടോണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കൊലപാതകം നടക്കും. ചേട്ടൻ കണ്ടാലേ കുഴപ്പമുള്ളൂ, കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. അതില്ല. ദേ, നീ അതും ഇതും പറഞ്ഞാൽ വഴി തെറ്റിക്കാതെ ഒന്ന് ഇറങ്ങി പോ മധു. ഞാൻ പോവൂല. അയ്യോ, എന്താ കാര്യം എന്താന്ന് വെച്ചാ നീ പറ. കൊറേ നാളായി എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്. എന്താഗ്രഹം? എനിക്ക് നിനക്ക് എനിക്ക് നിനക്ക് എനിക്കൊരു 1000 രൂപ കടം തരും. അയ്യേ, അതായിരുന്നാ? എന്റെ കയ്യിലെങ്ങും കാശില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ ചേച്ചി. ആ പലിശക്കാരൻ അണ്ണാച്ചി വീട്ടിൽ വന്ന് കുത്തിയിരിക്കാണ്. അതിന് ഞാൻ എന്നാ ചെയ്യാനാ? നീ ഒന്ന് ഇറങ്ങി പോ മധു. ചേട്ടൻ എങ്ങാനും കണ്ടോണ്ട് വന്ന പ്രശ്നമാവും. 1000 രൂപ തന്നില്ലെങ്കിലും കുഴപ്പമില്ല. ആ അണ്ണാച്ചി പോകുന്നവരെ ഞാനൊന്നും ഇവിടെ ഇരുന്നോട്ടെ. അതൊന്നും പറഞ്ഞേ പറ്റത്തില്ല. മധു വേഗം ഇറങ്ങിക്കേ. അയ്യോ, ഇതേ ചേട്ടൻ വന്നു. മധു വേഗം ഇറങ്ങിക്കേ. അതിനെന്തിനാ ചേച്ചി ഇങ്ങനെ പേടിക്കണേ? ഞാൻ ചെന്ന് വാതിൽ തുറക്കാം. അയ്യോ, എന്റെ മധു ഇങ്ങനെ മണ്ടത്തരം പറയരുത്. ഇപ്പൊ വാതിലിൽ മുട്ട നടക്കുന്നത്. അങ്ങേര് ഇങ്ങോട്ട് കേറി വന്ന ഇവിടെ വെട്ട നടക്കും. എങ്ങോട്ടെങ്കിലും ഒന്ന് പോ എന്റെ മധു. ചേച്ചി, ഞാൻ ഒളിച്ചാ പോരെ? ഞാൻ ഒളിച്ചോളാം. എവിടെങ്കിലും പോയെന്നാ ഒളിക്ക്. മധു ഒളിച്ചോടാ. ബാ, നമുക്ക് ഒളിച്ചോടാം. ഓ, എടാ പോരെ കത്തുമ്പോ വാല് വെട്ടല്ലേടാ. പിന്നെ ഒളിച്ചോടാന്ന് പറഞ്ഞത്? നീ എവിടെങ്കിലും പോയി ഒളിക്കാനാ പറഞ്ഞത്. ശരി ശരി ശരി, ചേച്ചി ടെൻഷൻ ആവണ്ട. ഞാൻ ആ ബെഡ്റൂമിൽ പോയി ഇരുന്നോളാം. ബെഡ്റൂമിലെങ്കിൽ ബെഡ്റൂമിൽ എവിടെങ്കിലും നീ ഒന്ന് പോയി ഒളിക്ക്. ദേ, അങ്ങേര് വന്നു കഴിയുമ്പത്തേന് അങ്ങയുടെ ശ്രദ്ധ തിരിച്ചിട്ട് നിനക്ക് ഞാൻ സിഗ്നൽ തരാം. അപ്പൊ ആരും കാണാതെ പുറകെ കൂടെ പതുക്കെ പൊക്കോണം. ഓക്കെ? ഓക്കെ. എന്താടി വാതിൽ തുറക്കാൻ ഇത്ര താമസം? ആര്? പപ്പയിട്ടോ? കുടിക്കാൻ എന്താ? ചായയോ കാപ്പിയോ ജ്യൂസ് എടുക്കട്ടെ? എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. അയ്യോ, മസാല ദോശ എന്തി? ആ മസാല ദോശയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ ചായക്കടക്കാരന്റെ ഭാര്യ പാൽക്കാരന്റെ പൊളിച്ചോടി പോയി. നീ എന്തിനാ അയ്യോ വെച്ചത്? അല്ല, നാളെ ഇപ്പൊ ഇവിടെ വരുന്നവരൊക്കെ അങ്ങനെ ചായ കുടിക്കും. ആ അത് ശരിയാണല്ലോ. പാൽക്കാരന്റെ ഒപ്പമുള്ള ഭാര്യ പോയേക്കണത്. ഈ വിവരം അറിഞ്ഞിട്ട് ചായക്കട മൊത്തം ആൾക്കാർ കൂടി. അപ്പൊ നീ എന്തായി നോക്കണത്? പപ്പേട്ടനെ എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? പപ്പേട്ടനെ ഇന്ന് ഭയങ്കര സുന്ദരനായിരിക്കുന്നു. ഞാനാ? എന്നാ ഞാൻ അകത്ത് പോയി കണ്ണാടി ഒന്ന് നോക്കിട്ട് വരാം. പോയിട്ട് വാ. ഞാൻ പറയുന്ന വിശ്വാസല്ലേ? വിശ്വാസമാണ്. എന്നാലും ഞാനൊന്ന് നോക്കിട്ട് വരാം. അയ്യോ വേണ്ടെന്നേ. എന്താന്ന്? പപ്പേട്ടാ, എന്താണ്? ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ ദേ അങ്ങോട്ട് നോക്കി. ദാ അവിടെ. അവിടെ എന്താ? എന്താ? അതുപോലെ തേൻ പോലെയാണ് എന്റെ പപ്പേട്ടെന്ന്. അങ്ങനെയാണാ? നീയേ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞപ്പോ ഞാൻ വേറൊരു കാര്യം ആലോചിച്ചു. എന്താ? ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി. എന്താടി? ആവി എടുക്കുന്നത്. നിനക്ക് ആവി എടുക്കണേ? നീ എന്നെ വീശണത്? അയ്യോ, അത് ശരിയാണല്ലോ. എനിക്ക് ആവി എടുക്കുമ്പോ ഞാൻ തന്നെയല്ലേ വീശേണ്ടത്. നീ ഇവിടെ നോക്ക്. കഥ പറ. ഇന്നലെ രാത്രി ഒരു സംഭവം എന്ന് പറഞ്ഞാ ഞാൻ മൂത്രമൊഴിക്കാൻ അവിടെ ചെന്നപ്പോ ഉണ്ടല്ലോ, ഉണ്ട് ഒരാള് കിടന്ന് പതുങ്ങനോടാ. ഞാൻ പറഞ്ഞു നിക്കടാ. അതുവാണോടാ? അതെ. നീ എന്താടാ പാതിരാത്രി ഇവിടെ വന്ന് നിക്കണത്? ഞാനൊന്ന് നടക്കാൻ ഇറങ്ങിയതാ. ഊണ് കഴിച്ചോടാ? കഴിച്ചല്ല. എന്തായിരുന്നു കറി? പരിപ്പ് ഉരുളക്കിഴങ്ങും. ആ അപ്പൊ ഒന്നും നടക്കണതല്ല. എന്നാ ഓക്കേടാ, പിന്നെ കാണാം. ഇത് പറഞ്ഞത് അത് നേരെ അങ്ങോട്ട് പോയി. അല്ല ഞാൻ ഇല്ലാത്ത സമയം നോക്കി ഇവള് വല്ല ജാരനെ വിളിച്ച് കയറ്റിയതാണോ? എന്നാതൊന്നും അറിയണോല. മധുവിനെ വിളിച്ചു നോക്കാം. ഹലോ ഹലോ, മധുവാണടാ? അതുവാണല്ലോ. നീ ഇപ്പൊ എവിടെ? ഞാൻ വീട്ടില്. ഇന്നലെ നമ്മള് വല്ല കാണുമോ സംസാരിക്കുക ചെയ്തോ? കണ്ടിരുന്നല്ലോ നമ്മള് തമ്മില് രാത്രി. മറ്റേ പരിപ്പ് ഉരുളക്കിഴക്കന്റെ ഒക്കെ സംസാരിച്ചത്? ആ നമ്മളല്ലേ. എന്റെ ദൈവമേ, ഒന്നുമില്ലടാ, ഞാൻ ചുമ്മാ വിളിച്ചതാ. ആണാ? പിന്നെ പണിയില്ലടാ. ആ പണിക്ക് പോകാനിറങ്ങിയതാണ്. എന്നാ ഞാൻ പൊക്കോട്ടെ ഏട്ടാ. പൊക്കോട്ടെന്നാ വെച്ചോട്ടെന്നല്ലേ പറയണത്? വെച്ചോട്ടെ ഏട്ടാ. ഓക്കെടാ. അല്ല ചേട്ടൻ എന്താ ഇവിടെ? അയ്യോ, ഞാൻ ഫോൺ ചെയ്ത് ഇങ്ങോട്ട് കയറി വന്നു പോയതാ. അപ്പൊ കുഴപ്പമില്ല, പോയിട്ട് വരാം. നീ എന്താണ് ഇവിടെ? അത് തന്നെയാണ് ഞാൻ ചോദിക്കണത്. ഞാനെന്താ ഇവിടെ? ഇവനെന്താണ് ഇവിടെ കാര്യം? നിനക്ക് എന്താണ് ഇവിടെ കാര്യം? അത് കൊള്ളാം. ഞാൻ ചേട്ടനില്ലാത്തപ്പോ 1000 രൂപ ചോദിക്കാൻ വന്നത് മറന്നുപോയാ? അത് ആ ചേട്ടാ 1000 രൂപ കടം ചോദിക്കാൻ വേണ്ടി വന്നതാ. 1000 രൂപ കടം ചോദിക്കാൻ? നീ എന്താണ് റിസർവ് ബാങ്കാ? നീ പെണ്ണുങ്ങളോട് മാത്രമേ കാശ് കടം ചോദിക്കുള്ള, എന്നോട് ചോദിക്കൂലേ? എന്നാ എനിക്കൊരു 1000 രൂപ തന്നെ. എന്റെ പട്ടി തരും. ഇതാ ചോദിക്കാത്തത്. ചോദിച്ചാൽ തരൂലെന്ന് എനിക്കറിയാം. അതൊന്നും അല്ല കാര്യം. നിങ്ങൾ തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ഡൈവോഴ്സ്. അയ്യോ പപ്പേട്ട അങ്ങനെ പറയല്ലേ. ഒന്നും പറയണ്ട. ഡൈവോഴ്സ്. അയ്യോ ഒന്ന് പറഞ്ഞു കൊടുക്കും മധു. എന്റെ പപ്പേട്ട ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഡൈവോഴ്സ്. അതിനെന്തിനാണ് എന്നെ ഡൈവോഴ്സ് ചെയ്യണത്? നിന്നല്ല, എന്നെ ഡൈവോഴ്സ്. അനന്തരാണ് എന്നെ തന്നെ ഡൈവോഴ്സ് ചെയ്യണത്. ഇവളെ ഡൈവോഴ്സ്. അയ്യോ പപ്പേട്ട അങ്ങനെ പറയരുത്. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇങ്ങനല്ലേ മാറ്റി പറയാ. ഡൈവോഴ്സ്. എന്റെ ചേട്ടൻ ഞാൻ വേണ്ട വേണ്ട വേണ്ട. ഡൈവോഴ്സ്. ഉറപ്പാണ്? നിങ്ങൾക്ക് എന്നെ വേണ്ട? എനിക്ക് വേണ്ട വേണ്ട വേണ്ട. ഡൈവോഴ്സ്. എന്നെ വേണ്ടാത്ത നിങ്ങളെ എനിക്കും വേണ്ട. എടാ മധു വാ, നമുക്ക് പോവാം.
നിങ്ങൾ അങ്ങനെ പോയാൽ അങ്ങനെ ശരിയാവും. എനിക്കാരെങ്കിലും സംശയിക്കാൻ വേണ്ടേ? നിങ്ങൾക്ക് സംശയിക്കാൻ ഇനി ഞാൻ ഇവിടെ നിക്കത്തില്ല, ഞാൻ പോവാ. അങ്ങനെ പറയുന്നത് രാജി, നീ പോവല്ലേ? എടാ മധു ഒന്ന് പറഞ്ഞു കൊടുക്ക. എന്റെ ചേട്ടാ, ഈ ചേച്ചി വെറും പാവമാണ്. ചേട്ടന്റെ ഒടുക്കത്തെ സംശയമാണ് ഇതിനകത്തൊക്കെ കാരണം. ഞാൻ വെറും ഒരു 1000 രൂപ കടം ചോദിക്കാൻ വേണ്ടി വന്നതാ. ചേട്ടനെ പേടിച്ചിട്ടാണ് ചേച്ചി എന്നെ ഇതിനകത്ത് ഒളിപ്പിച്ചിരുത്തിയത്. ഇനിയെങ്കിലും ഈ സംശയമൊക്കെ മാറ്റിവെച്ച് മര്യാദക്ക് ജീവിക്കാൻ നോക്ക്. എങ്ങനെ ജീവിക്കാം? അവള് പോണെന്ന് പറയണ്. ചേട്ടനൊന്ന് സ്നേഹത്തോടെ വിളിച്ചാ മതി, ചേച്ചി വരും. ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് കാലത്തെ. ഛേ, ബോറായി പോയല്ലേ. വെറുതെ ഞാൻ എന്റെ ഭാര്യനെ സംശയിച്ചു. അതും ആ മധുവിനെ കുറിച്ച്. എന്റെ പൊന്നോ, ഞാൻ എടുത്തു വളർത്തിയ കൊച്ചാണേ അത്. ശേ രാജി, അങ്ങോട്ട് നോക്കിയേ. ഇനി എന്നെ മധുവിനെ സംശയിക്കോ? ഒരിക്കലുമില്ല. ഉറപ്പ്? ഉറപ്പ്. പക്ഷെ എനിക്ക് വേറൊരു സംശയമുണ്ട്. എന്ത്? ആരാടിയാ കർട്ടന്റെ മറയിരിക്കുന്നത്? രാജി. അത് നീയല്ലേ? അതല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ രാജി വെച്ചിരിക്കുന്നു. ഇതാ എന്റെ രാജിക്കത്ത്. രാജി വെച്ചിരിക്കുന്നു. ആരൊക്കെ പോയാലും എന്തൊക്കെ സംഭവിച്ചാലും കർട്ടന്റെ പുറകിലിരിക്കുന്ന ചാരനെ ഞാൻ പിടിച്ചിരിക്കും. ആരാ നീ? ഞാൻ ഒരു നിഴല. എന്റെ ഏട്ടന്റെ അല്ല, പിന്നെ വേറെ ആരുടെയോ. ഞാൻ പിന്നെ പോയി നോക്കിട്ട് വരാം. വേഗം ചെല്ലി, അല്ലെങ്കിൽ ആ മനുഷ്യൻ വല്ലാതെ വ്യസനപ്പെടും. ദൈവമേ, രക്ഷപ്പെട്ട്. ഛേ, ഞാൻ ഒരു കാലത്ത് നന്നാവൂലട്ടാ. വെറുതെ എന്റെ ഭാര്യ ഞാൻ പിന്നെ സംശയിച്ചു. മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആരാ? ജയൻ. ജയൻ. അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് 2 താരം കൂടി മലയാള സിനിമയിലെത്തി. ഇത് ആ 2 താരത്തിനോട്, അത് ഒന്ന് ഭീമൻ രഘു, ഒന്ന് ജഗദീഷ് സാർ. അപ്പൊ ഇവർ രണ്ടുപേരോടും ഞാൻ പറഞ്ഞു, ജയനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ 2 പേരും സിനിമയിലെത്തിയെന്ന് പറഞ്ഞപ്പോ അവര് തർക്കിച്ചു. ഇല്ല, ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞു. ഞാനത് പ്രൂവ് ചെയ്ത് കൊടുത്തു. അത് ഇപ്രകാരമാണ്. ആദ്യം ജയന്റെ സംഭാഷണത്തിലേക്ക് കിടക്കാം, അതിനുശേഷം ആക്ഷൻ. ഞാൻ കാണിക്കുന്നത് ആക്ഷനാണ്. ആദ്യം ജയന്റെ സംഭാഷണം. അവിടെ നിൽക്കും. പുള്ളി ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ചൂയിങ് എടുക്കാൻ നന്നായിട്ട് ചവയ്ക്കുക. അപ്പൊ കറക്റ്റ് ജയനായി. വീട്ടിൽ പോടാ, എടാ വീട്ടിൽ പോകാൻ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചവച്ച് തുപ്പിയാൽ മതി. ഇനി ഭീമൻ രഘുവിന്റെ ശബ്ദം. വരണം മിസ്റ്റർ എന്ത് ചൂടൻ. ഈ പൂമനെ പണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കണ്ണൂർ കോട്ട മൈതാനം വരെ പട്ടിയെ തള്ളുന്നമാര് തള്ളിയതാ. കുറെ കാലമായിടാ കൈയും കാലൊക്കെ നടക്കിയിട്ട്. ഇത്രയും പറയും. ലാലേട്ടന്റെ എന്നൊക്കെ വേഷടിയും വായിക്കും പോകും. ഇതാണ് എല്ലാ സിനിമകളിലും. ഇനി ജഗദീഷ് ചേട്ടൻ. ചേട്ടൻ കാര്യമായിട്ട് പറഞ്ഞതാണോ എനിക്കിട്ടൊന്ന് താങ്ങിയതാണോ? നിങ്ങൾക്കറിയില്ലല്ലോ. കാക്ക തൂര്യങ്ങൾ തോന്നുന്നു, സ്മെല്ലില്ലേ? ഇത് പോകും. ഇത് ഞാൻ കാണിക്കാൻ പോകുന്ന ആക്ഷനാണ്. ആദ്യം ജയൻ, അല്പം കൂടെ സ്പീഡ് ഭീമൻ രഘു, കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. ഇത് കാണിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു അല്ലാന്ന് പറഞ്ഞു. കാണിച്ചു കഴിഞ്ഞപ്പോ പുള്ളിയും പറഞ്ഞു നീ പുറത്ത് ആരോടും പറയണ്ട, അതൊരു സത്യം തന്നെയാണ്. ഞാൻ കാണിക്കാം. ആദ്യം ജയൻ, അല്പം കൂടെ സ്പീഡ് ഭീമൻ രഘു, കുറച്ചുകൂടെ സ്പീഡ് ജഗദീഷ്. റെഡി? കുട്ടികൾക്ക് വളരെ പ്രിയങ്കരനായ ആ മജീഷ്യൻ മുരുകാടിന്റെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം. വിഷ്ണു, മാജിക് എന്ന് പറയുന്നത് ഒരു ജാലവിദ്യയാണ്. റൈറ്റ്? വിഷ്ണു അങ്കിളിന്റെ കൈകളിലേക്ക് നോക്കുക. അങ്കിളിന്റെ കയ്യിൽ 10 രൂപ പോലുമില്ല. റൈറ്റ്? വേണിച്ചേട്ടന്റെ പോക്കറ്റിൽ ഒരു 10 രൂപ. ഇത് അങ്കിൾ വന്നപ്പോഴേ നോട്ടമിട്ടിരുന്നു. വിഷ്ണുവിന്റെ പോക്കറ്റിൽ ഒരു 100 രൂപയുമുണ്ട്. ഇതും അങ്കിൾ നോട്ടമിട്ടിരുന്നു. ഇനിയാണെങ്കിൽ മാജിക് കാണിക്കാൻ പോകുന്നത്. അങ്കിൾ 1, 2 എന്ന് തുടങ്ങി 10 വരെ എണ്ണുമ്പോഴേക്കും ഈ 2 നോട്ടും അടിച്ചു മാറ്റി അങ്കിളിന്റെ കീശയിലാക്കിയിരിക്കും. എന്നിട്ട് ഈ ഫ്ലോർ വിട്ട് ഓടിപ്പോയി പുട്ടും മുട്ടയും കഴിക്കും. ദിസ് ഇസ് മാജിക്. മാജിക് എന്ന് പറഞ്ഞാൽ ഒരു അടിച്ചു മാറ്റി പ്രക്രിയയാണ്. താങ്ക് യു. പ്രേമൻ തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹത്തിന് വേറൊരു ശൈലിയാണ്. ഏത് ഡയലോഗ് പറഞ്ഞാലും താല്പര്യമില്ലാത്ത രീതിയിലായിരിക്കും ഡയലോഗ് ഡെലിവറി. ഇപ്പൊ ലൊക്കേഷനിലൊക്കെ വെച്ചിട്ട് ചേട്ടാ ഇന്ന് നല്ല ബിരിയാണി ഉണ്ട്, നിങ്ങൾക്ക് 10 ലക്ഷം ലോട്ടറി അടിച്ചത് കേട്ടല്ലോ,
അങ്ങനെ താല്പര്യമില്ലാത്ത രീതിയിൽ ഡയലോഗ് പറഞ്ഞാൽ കറക്റ്റ് പ്രേമൻ ചേട്ടനാവും. പക്ഷേ ആ പട്ടിയോട്ടുള്ള ഏർപ്പാട് അത്ര ശരിയായില്ല കേട്ടോ. പട്ടിയൊട്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വയ്ക്കുന്ന പോലെ ഇവിടെ കൊണ്ടുമറിക്കുന്ന കുട്ടികളുണ്ട് എന്ന് കൂടി എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ബിന്ദു പണിക്കർ റെഡി. ഏതാ അശോക, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെ അവറ്റ മറ്റോട് സ്നേഹമില്ലല്ലോ. താങ്ക് യു. പ്രകാശ് രാജ്. எனக்கு யாரு பண்ற இந்த திருப்பிச்ச போட்டோ பத்தி பொட்டோங்க ஒரு கம்ப்யூட்டர் பண்ண கையில வச்சு எனக்கு எக்கோடமாடா இவரோட கூட நான் தோறக்கோ குடும்பத்துல அத்தனை தான அடிக்கிற சாவு பண்ணி உடனே தப்பிச்சுக்கடா செல்லோ I love you നിങ്ങളെ. Thank you. ശ്രീ ജനാർദ്ദന വില്ലൻ കഥാപാത്രമായപ്പോ പുള്ളിയുടെ ശബ്ദം നല്ല നല്ല എട്ടപ്പെട്ട കർത്താവ് ഇട ഈ സ്വീകരിക്കാരുടെ പറഞ്ഞ മഹാശക്തകള. ഇപ്പോ കൊമേഡിയൻ ആയപ്പോ ശബ്ദത്തിന് ഒരുപാട് രൂപാന്തരം പ്രാപിച്ചു. കൊമേഡിയൻ ആയപ്പോ ഉള്ള ശബ്ദം വേറെയാണ്. ഓ പിടികിട്ടി പിടികിട്ടി എടാ തീ തങ്കപ്പനല്ലടാ പൊട്ടപ്പന പൊട്ടപ്പൻ അടിച്ചൊടിക്കണ അവന്റെ കാല്. ഓ എന്റെ കാലല്ല അവന്റെ കാല. മുകേഷ് നില്ലും തുല്യം. എനിക്ക് അളിയനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിക്കട്ടെ. അളിയൻ ഇപ്പോഴും ആ പഴയ പരിപാടിയെ കൊണ്ടല്ലേ? അതൊക്കെ പോട്ട് അളിയ, നീ ആ വരുന്ന ചരക്കിനെ കണ്ട കൊള്ളല്ലേ? നീ നോക്കിക്കോ, ഇന്നേക്ക് 7 ദിവസത്തിനകം അവളെ ഞാൻ എന്റെ വലിയ വീഴ്ത്തിയേക്കും. അതിനു മുമ്പ് അളിയൻ അവളെ വലിയ വീഴ്ത്തിയേക്കല്ലേ? സഞ്ചാരം എന്ന പ്രോഗ്രാമിന്റെ അതേ ശബ്ദം വോയിസ്. ഞങ്ങൾ ക്യാമറയുമായി ചെല്ലുമ്പോൾ അവിടെ കുറെ ആൾക്കാർ വട്ടക്കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ എന്റെ യാത്ര അമേരിക്കയുടെ നഗരവീഥികൾ കൂടിയാണ്. അമ്പരച്ചുംബികളായ ഈ രാജ്യത്തിൽ കൂടി ഞാൻ സഞ്ചരിക്കുമ്പോൾ ഈ രാജ്യം എന്നെ വല്ലാതെ മാടി വിളിക്കുന്നതായി തോന്നുന്നു. എന്നോടൊപ്പം അമേരിക്കക്കാരനായ ബെൻ എന്ന സതീർത്ഥനായ ഗൈഡുമുണ്ട്. യാത്രയിലുടനീളം ബെൻ ഒരുപാട് തമാശകൾ പറഞ്ഞ് എന്നെ പൊട്ടിച്ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അദ്ദേഹത്തിന്റെ ഭാഷ മനസ്സിലാവുന്നില്ല. തിരികെ നാട്ടിലെത്തി എന്റെ സുഹൃത്തിനോട് ബെൻ പറഞ്ഞ തമാശകളെ പറ്റി പറഞ്ഞപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്. യാത്രയിലുടനീളം ബെൻ എന്നെ തന്തയ്ക്ക് വിളിക്കുകയായിരുന്നു എന്ന സത്യം. സഞ്ചാരം ഇനി അടുത്തയാഴ്ച. താങ്ക് യു. ഇനി മലയാള സിനിമയ്ക്ക് ഒരുപാട് നടന്മാരുണ്ടെങ്കിലും നമുക്കറിയാം തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുന്ന രാശിയുള്ള സംവിധായകരുമുണ്ട്. അതുകൊണ്ട് ഏറ്റവും ഹിറ്റുകൾ മാത്രം സമ്മാനിക്കുന്ന ഒരു സംവിധായകനാണ് ഡയറക്ടർ രഞ്ജിത്ത്. രഞ്ജിയേട്ടന്റെ ശബ്ദം എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരക്കഥാകൃത്ത്, സംവിധായകൻ, എല്ലാ മേഖലകളിലും പ്രശസ്തി ആർജിച്ച ശ്രീ കോഴിക്കോടിന്റെ അഭിമാനമായ രഞ്ജിയേട്ടൻ. നമ്മുടെ കേരളക്കരയാകെ എല്ലാവർക്കും അഭിമാനകരമാണ് രഞ്ജിത്ത്. ഒരു നല്ല നടനാകണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ, നിരീക്ഷണ ബോധങ്ങൾ, നമുക്ക് ചുറ്റുമുള്ള ആളുകളെ കഥാപാത്രങ്ങളാക്കി പഠിക്കുവാനുള്ള മനസ്സുകൾ. മോഹൻ, നിങ്ങളൊരു നടനാകണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളതായിരിക്കും. മലയാളത്തിലെ എനിക്ക് ഏറ്റവും കൂടുതൽ സുരാജേട്ടനെ ഇഷ്ടം തോന്നിയ, അസൂയ തോന്നിയ ഒരു സന്ദർഭമുണ്ട്. പുള്ളിപ്പുളിയും ആട്ടിൻകുട്ടിയും എന്ന ചിത്രം പുറത്തു വന്നപ്പോൾ നമുക്കറിയാം അതിന്റെ പരസ്യം പറഞ്ഞത് അതിന്റെ സംവിധായകനായിരുന്നു ലാൽ ജോസ്. പക്ഷെ സത്യത്തിൽ പിന്നീടാണ് ഞാൻ ആ സത്യം അറിഞ്ഞത് അത് ആ ലാൽ ജോസ് സാറിന്റെ ശബ്ദത്തിൽ ഡബ് ചെയ്തത് സുരാജേട്ടനായിരുന്നു എന്ന്. ആ ഒരു ശബ്ദം അതേ വോയിസിൽ നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. ലാൽ ജോസ് ഡയറക്ടർ. പ്രിയപ്പെട്ടവര്, മലയാള സിനിമയില് ഒരുപാട് താരങ്ങൾക്ക് ഞാൻ അവസരം കൊടുത്തിട്ടുണ്ട്. എന്തായാലും കുറിഞ്ഞി ക്ഷേത്രോത്സവത്തില് ഇവിടെ ഉത്സവത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചതില് അതിലേറെ സന്തോഷം. കടല് മാതിരിയുള്ള ഈ ജനങ്ങളെ കാണുമ്പോ സത്യത്തിൽ അസൂയ തന്നെ തോന്നുന്നു. എനിക്ക് ഈ അടുത്ത കാലത്ത് പുള്ളിയുടെ സംഭാഷണ ശൈലി കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നേതാവുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ എന്ത് സംസാരിച്ചാലും പിന്നീട് വിവാദത്തിലേക്ക് കലാശിക്കും.
SNDP-യുടെ സമുന്നതനായ നേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. SNDP ശാഖയോ ഒരു ദൈവം പറഞ്ഞിട്ടുണ്ട്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യൻ. അപ്പോൾ അതിന് ഏതാണ് ജാതി എന്നുള്ള കാര്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാനും ചങ്ങനാശ്ശേരി സുകുമാരനുമായിട്ട് ഒരു യോഗം കൂടുന്നുണ്ട്. അതിനുശേഷം പ്രഖ്യാപിക്കും അത് ഏത് ജാതി ഇനി നമ്മുടെ മുഖ്യമന്ത്രിയുടെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്, ശ്രദ്ധിച്ചിരിക്കുക. അല്ല, ഇതിപ്പോ ഇനി ഒരു 10 പറമ്പും കൂടി വേണ്ടി വരുമല്ലോ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരുന്നാൽ. അപ്പൊ ഇനിയും ഈ ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ട് വികസിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ, വികസിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആരാധനായ മുഖ്യമന്ത്രിയുടെ ശബ്ദം പഠിക്കാൻ വളരെ ഈസിയാണ്. ഞാൻ കണ്ടെടുത്തോളാം നമ്മുടെ ആടിന്റെ ശബ്ദം അറിയാമല്ലോ, ആടിന്റെ ശബ്ദവുമായിട്ട് വളരെ രൂപസാദൃശ്യം ഉണ്ടെന്നാണ് ഞാൻ തെളിയിച്ചിരിക്കുന്നത്. ആദ്യം പെണ്ണാടിന്റെ ശബ്ദം, മുട്ടനാടിന്റെ ശബ്ദമായിട്ട് വളരെ രൂപസാദൃശ്യമുണ്ട്. എന്നാ കേട്ടു നോക്കൂ. മുട്ടനാടിങ്ങനെ നിൽക്കുമ്പോ പെണ്ണാട് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മുട്ടനാടിന്റെ ശബ്ദത്തിന് വളരെ രൂപാന്തരമുണ്ട്. അപ്പൊ അത് പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ മുഖ്യന്റെ ശബ്ദമായി. ഇപ്പൊ ഈ അടുത്ത സമയത്ത് പത്രപ്രവർത്തകർ ചോദിച്ചു, എന്തുകൊണ്ടാണ് വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ഭാഗങ്ങളിൽ കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുന്നു എന്ന് ചോദിച്ചപ്പോ മുഖ്യൻ സിനിമയിലെ 2 ഡയലോഗിലൂടെ മറുപടി പറഞ്ഞു. അതിപ്രകാരമാണ്, ആട് മറക്കരുത്. ശരിക്കും പറഞ്ഞാല് വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ഭാഗങ്ങളിൽ നിന്നും ഒഴുകി വരുന്ന ഒരുതരം പാതിര കാറ്റുണ്ട്. അതിങ്ങനെ കുഞ്ഞാലിക്കുട്ടിയുടെയും കുറച്ച് ലീഗ് മന്ത്രിമാരുടെയും തട്ടത്തിൽ തട്ടി മുടി ഇരകളിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്നത് കാണുമ്പോൾ എന്റെ പൊണ്ണു സാറേ പിന്നെ വേറെ ഒന്നും കാണാനേ പറ്റില്ല. വിക്രിയായിട്ട് തന്നെ കാണുക. നമ്മുടെ ഈ എന്തെങ്കിലും ഒരു സ്മെല്ലുള്ള കുപ്പിയുടെ അടപ്പ് എന്തെങ്കിലും ഒന്ന് എടുക്കുക. ജസ്റ്റ് സ്മെല്ല് ചെയ്യുമ്പോഴത്തേക്കും മുഖത്ത് വരുന്ന ഭാവം. ഇനി ഇത് ഒരല്പം വിഷമായാലും എന്തായാലും ഉള്ളിലേക്ക് സേവിക്കുമ്പോൾ പോകുന്ന റൂട്ടെല്ലാം ക്ലിയർ ആയിട്ട് പോകും. അപ്പൊ ബോഡിയിൽ വരുന്ന വ്യത്യാസം. കേരളത്തിന്റെ ഈ അടുത്ത സമയത്ത് കൊല്ലത്തെ ഒരു MP-യുടെ പേര് ചെറുതായിട്ടൊന്നു മാറ്റി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ശ്രീമാൻ ശ്വേതാംബര കുറുപ്പ്. ഫാഷൻ TV കാണാത്തവർ ആരും തന്നെ ഇല്ല. അപ്പൊ ആ ഫാഷൻ ഷോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംഭവമാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യം പയ്യന്മാരുടെ നടത്ത, എന്തിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്. പിന്നെ എനിക്കറിയാം പെൺകുട്ടികളുടെ നടത്ത കാണാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആഗ്രഹിച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യം പയ്യന്മാരുടെ നടത്ത, ഇവരുടെ ആംഗ്യ ഭാഷ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എന്തിനാണ് ഈ ആക്ഷൻ കാണിക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത്. റെഡി, മ്യൂസിക്. ഇതാണ് ഫാഷൻ ഷോയുടെ മ്യൂസിക്. ഇതിൽ ഞാൻ ഇങ്ങനെ പോകണമല്ലോ, എനിക്ക് നടന്നു വരാൻ കണക്കിലിട് കുറച്ചുകൂടി. ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഈ ആംഗ്യഭാഷ കാണിക്കാൻ ഈ ഫാഷൻ ഷോ പയ്യന്മാരുടെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പക്ഷേ ഭൂമാഫിയ വസ്തു ബ്രോക്കേഴ്സ് ആണെങ്കിൽ എന്തായിരിക്കും ഈ ആംഗ്യഭാഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റെഡി, രണ്ടാങ്ങില് ഒരു കൗങ്ങ്, ബിസിനസ് ഓക്കെ.
ഇനി പെൺകുട്ടികളുടെ നടത്തിയാണ്. റെഡി? എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ നടത്തുന്നുള്ളതാണ്. റെഡി? മ്യൂസിക്. ഇവിടെ എങ്ങനെയുണ്ട്? ഈ ബസ് എങ്ങനെയുണ്ട്? എനിക്കറിയാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അന്തരിച്ചു പോയ നമ്മുടെ പ്രിയങ്കരനായ ഒരു പ്രൊഫസറുണ്ട്, ശ്രീ നരേന്ദ്ര പ്രസാദ് സാർ. അപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം കൂടി ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാം. 16 കൊല്ലം മുമ്പ് നെറ്റി പിളർന്ന് ചോര വീണ പുഴക്കരയിലെ പൊഴിമണ്ണുവാര് കയ്യിലെടുത്ത് ഈ അപ്പനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറെന്ന് മുതിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. കണിമംഗലം കോവിലകത്തിന്റെ നാശം പൂർണ്ണമാകട്ടെ, അതിന്റെ മേൽക്കൂർ നിലമ്പോത്തട്ടെ, എന്നിട്ട് ആലോചിക്കാം അപ്പന്റെ വാക്ക് മാറ്റുന്ന കാര്യം. ഇനി എനിക്കൊന്നും പറയാനില്ല. കേൾക്കാനും ആയുഷിനു വേണ്ടി ഉറക്കെ പ്രാർത്ഥിച്ചു കൊള്ളുക. ആയുഷ്മാൻ ഭവ. ഇന്ത്യൻ സിനിമയുടെ തന്നെ ഗാനഗന്ധർവൻ KJ യേശുദാസ്, അദ്ദേഹത്തിന്റെ ശബ്ദത്തിലേക്ക് കടക്കാം. അതിനുശേഷം പാട്ട്. മലയാള സിനിമയില് ഞാനും ദേവരാജ മാഷം, ശരിക്കും ദേവരാജ മാഷ് വെച്ചാല് എന്റെ ഗുരുസ്ഥാനിയാണ് അദ്ദേഹം. ഇപ്പൊ സംഗീതം എന്ന് പറയുന്നത് നമ്മുടെ പ്രാണനാണ്, നമ്മുടെ ജീവനാണ്. അപ്പൊ ആ ഒരു സംഗീതത്തെ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നു, എങ്ങനെ പൂജിക്കുന്നു, അതുപോലെയാണ് ഓരോ അണുചേരലും ഈശ്വരം വസിക്കുന്നത്, സംഗീതം വസിക്കുന്നത്. നമ്മൾ ജാതിയുടെയും മതത്തിന്റെയും പേരില് വെറുതെ കലഹിക്കുമ്പോൾ എല്ലാവരിലുമുള്ള ഈശ്വരൻ, ജഗദീശ്വരൻ ഒന്നാണെന്നുള്ള വലിയൊരു ബോധ്യം നമ്മൾ എല്ലാവരിലും ഉണ്ടാവട്ടെ. ഈശ്വരൻ, ജഗദീശ്വരൻ ഒരുപാട് ഒരുപാട് നന്മകൾക്ക് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി ദാസേട്ടന്റെ ആ ശബ്ദമാധുര്യം നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം. ഒരു 4 വരി കീർത്തനം. ഹരിവരാസനം വിശ്വമോഹനം ഹരിഹരീശ്വരം ആരാധ്യപാദുരം ഹരിവിമർശനം നിത്യനർശനം ഹരിഹരാജം ദേവമാശ്രയേ കലരദുസ്മിതം സുന്ദരാന കലഹകോമലം ചാരമോഹനം കലഹകേസരീ വാജിവാഹനം ഹരിഹരാജം ദേവമാശ്രയേ ഹരിഹരാജം ദേവമാശ്രയേ ഹരിഹരാജം ഹരിരാഗം, ഹരിരാഗത്തിൽ ആരംഭിച്ചവര് ആഹാരം കിട്ടില്ല എന്നൊരു ചൊല്ല് സംഗീതക്കളിലുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കീർത്തനമാണ് ദേവാസുരം എന്ന ചിത്രത്തിൽ ഞാൻ തന്നെ ആലപിച്ചൊരു കീർത്തനമാണ്. അതായത് മുകുന്ദ ഹരേ ജയ ശൗരേ സംഘമഹാരി മുരാരേ വഭരചരിക ചർച്ചിതമാനിന്റെ ദ്വാരകപുരിയെ ഇളക്കവും കോലകുഴൽ വട്ടം അമ്പാടി പൈക്കളും എവിടെ നിഷാദം കൊണ്ടു നീരോ
നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച ഒരു നടനെയാണ് ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. നടൻ ശ്രീ സിദ്ദിഖ്. അമ്മച്ചി ഇതാരെ തോൽപ്പിക്കാന്? പണ്ട് വാഗത്താനത്തുനിന്ന് അപ്പച്ചൻ്റെ കൈ പിടിച്ചിറങ്ങിയ കൊച്ചുറായില്ലിപ്പോ. ഇപ്പൊ പ്രായം എത്രയായി? മക്കളും മരുമക്കളും പേരക്കുട്ടികളും എല്ലാം ആയി. പ്രായം ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കണം, അല്ലാതെ കണ്ടവന്മാരുടെ ബൈക്കിന്റെ പിന്നാലെ ശരി അങ്ങാടി മുഴുത്ത് ഉണ്ട് എല്ലാം വേണ്ടത് പറഞ്ഞിരിക്കാം. പ്രിയമുള്ളവരെ, ഈ സിദ്ദിഖ് എന്ന നടനു ശേഷം ഇനി നമ്മുടെ മുന്നിലെത്തുന്നത് മലയാള സിനിമയിലേക്ക് വർഷങ്ങൾക്ക് ശേഷം ഒരു തിരിച്ചുവരവ് നടത്തിയ ഒരു നടിയാണ്. മനസ്സിനക്കരെ എന്ന ചിത്രത്തിലൂടെ വീണ്ടും മലയാള സിനിമയ്ക്ക് ലഭിച്ച ഷീല എന്ന ആ നടി. മനസ്സിനക്കരെ എന്ന ചിത്രത്തിലെ കൊച്ചു ത്രേസ്യ എന്ന ആ കഥാപാത്രം. എന്റെ മാത്തുക്കുട്ടിച്ചായനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. കാശ് കൊടുക്കാമെന്നേറ്റത് അമ്മച്ചിയല്ലയോ മക്കളെ? എങ്കിലും അമ്മച്ചി തന്നെ കൊടുക്കും. ഇതിന്റെ കുട്ടിയുടെ കുട്ടിയാണ് മാളു. ഓക്കെ, ഷീലയ്ക്ക് ശേഷം നിങ്ങളുടെ മുന്നിലെത്തുന്നു മലയാള സിനിമയുടെ തിലകക്കുറിയായ നടനാണ് ശ്രീ തിലകൻ. ഈ തിലകൻ ഒരു മകനുണ്ട്, ഷമ്മി തിലകൻ. മോഹൻലാലിന്റെ ദേവാസുരം എന്ന ചിത്രത്തിൽ മുണ്ടക്കൽ ശേഖരൻ എന്ന കഥാപാത്രത്തിന് ജീവൻ കൊടുത്തത് നെപ്പോളിയൻ ആയിരുന്നെങ്കിൽ ആ നെപ്പോളിയന് ശബ്ദം കൊടുത്തത് ഷമ്മി തിലകനായിരുന്നു. ശ്രീ ഷമ്മി തിലകൻ. മുസ്തഫ ഹാജിയുടെ ജീവൻ എടുക്കാൻ ഞാനും ദേവദേവൻ നമ്പ്യാരും റെഡ്ഡി ബ്രദേഴ്സും ചേർന്ന് നെറികേടിന്റെ ഒരു ലീഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ തടുത്തു നിൽക്കാനുള്ള കൈക്കരുത്തൊന്നും ഉണ്ടാവില്ല സക്കീർ ഭായ്. എന്നെ പോലുള്ള നീചന്മാരോട് പൊരുതി നിൽക്കാനാവില്ല സക്കീർ ഭായ്. എന്താ പറ്റുമോ? കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായ്ക്ക്? കൂടെ നിൽക്കുന്നവന്റെ കുതികാല് വെട്ടാൻ പറ്റുമോ സക്കീർ അലിക്ക്? പറ്റില്ല ഭായ്. ബട്ട് ഐ ക്യാൻ. കൂട്ടിക്കൊടുക്കാം, കുതികാല് വെട്ടാം, എന്തും വരട്ടെ സക്കീർ അലി ഹുസൈൻ. ഓക്കെ, പ്രിയമുള്ളവരെ, വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സിനിമയിൽ അഭിനയിക്കുക, ആ സിനിമയിലെ പേര് തന്നെ സ്വന്തമായിട്ട് ലഭിക്കുക, ഇതൊക്കെ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ച മലയാളത്തിലെ ഒരു നടനാണ് ഇനി നമ്മുടെ മുന്നിലേക്ക് മണിയൻ പിള്ള അഥവാ മണിയൻ പിള്ള രാജു. ലാസർ പാലയിന്ന് കാപ്പി കുടിക്കണം, പിന്നെ ഭാര്യ ഒന്ന് കാണണം. സാറ് പറഞ്ഞ കറക്റ്റാ. ഹോം ഡിപ്പാർട്ട്മെന്റിൽ ഞാനും സാറും കുറെ മോളോടെ കൊമ്പത്തിരിക്കുന്നവരെ എവിടെയൊന്ന് ജോലി ചെയ്യണം തീരുമാനിക്കുന്ന CM പൊളിറ്റിക്കൽ സെക്രട്ടറി ഇന്ത്യയുടെ ചുരുക്കം ചില സുഹൃത്തുക്കളെ മാത്രം. അവരുടെ പാലക്കാട് വിക്ടോറിയയിൽ ഒരുമിച്ച് പഠിക്കാനുള്ള പേരുണ്ടായി വരാം സാർ. അയ്യോ, ഏഷ്യാനെറ്റിലെ മഞ്ച് സ്റ്റാർ സിംഗർ എന്ന പ്രോഗ്രാം നിങ്ങളേവരും കാണുന്നൊരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ പലപ്പോഴും ജഡ്ജസിനോടൊപ്പം ഉണ്ടാകുന്ന ഒരു മജീഷ്യൻ ഉണ്ട്, മജീഷ്യൻ മുതുകാട്. ഇദ്ദേഹത്തിൻ്റെ സംസാര രീതി ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഇതാ നിങ്ങളുടെ മുന്നിൽ മജീഷ്യൻ മുതുകാട്. ഈ മാജിക്കിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് പ്രൊഫസർ വാഴക്കുന്ന് നമ്പൂതിരിയാണ്. കാരണം അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് കാണിച്ചിരുന്ന ഒരു മാജിക്ക് ഒരു കൊച്ചുകുട്ടിയുടെ ലാഘവത്തോടു കൂടി ഞാനന്ന് കണ്ടിരുന്നിട്ടുണ്ട്. ഇപ്പം ഏതായാലും വേദിയിൽ എൻ്റെ മുമ്പിൽ മോർണിങ്ങിനെ പാടിയ സമയത്ത് ആ ഒരു പഴയ വിസ്മയ ലോകത്തേക്കാണ് ഞാൻ പോയിട്ടുള്ളത്. എന്തായാലും മോൻ്റെ പാട്ടിന് നല്ല ഒരു മാർക്കുണ്ട്, നല്ലൊരു ഭാവിയുണ്ട്. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, പ്രിയമുള്ളവരെ, മലയാള സിനിമയിൽ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും എല്ലാം നിർവഹിച്ച ഒരു കാലത്ത് വില്ലനായും ഇപ്പോൾ തമാശ നടനായി മാറിയ ആ നടനാണ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് ശ്രീ കൊച്ചിൻ ഹനീഫ. പിള്ളേര് കണി കാണിച്ചെന്ന് പറഞ്ഞ് എന്താ കാണിച്ചത്? കൊണ്ടുവന്നിട്ടുണ്ടാ ഈ പിള്ളച്ചന്റെ ഒരു കാര്യം. എപ്പം നോക്കിയാലും കൊമ്പത്താ. നീ എന്താ കൊരങ്ങോ പന്നി? ഓക്കെ, പ്രിയമുള്ളവരെ, മലയാള സിനിമയിൽ നിന്നും വ്യത്യസ്തമായി തമിഴകത്തെ ഒരു നടനെ നമ്മൾ കാണാൻ പോകുന്നു. തമിഴകത്തെ ഒരു സൂപ്പർ വില്ലൻ. ഈ അടുത്ത കാലത്ത് ദേശീയ പുരസ്കാരം വരെ ലഭിച്ച ആ നടൻ. മലയാളത്തിൽ പാണ്ടിപ്പട എന്ന സിനിമയിൽ ദിലീപിനൊപ്പം മനോഹരമായൊരു വേഷം ചെയ്ത ആ നടൻ ശ്രീ പ്രകാശ് രാജ്. செல்லம்மா, ஐ லவ் யூடா. இந்த ஊர்ல யார் விடத்த மாதிரி பேசலாம், நான் நீ பேசக்கூடாதா? ஏன்னா நான் உன்னை காதலிக்கிறேன். ஏ ராஜா, இனி உள்ள கேள்வி எல்லாமே நானே கேட்க போறேன். ஏன்னா இந்த இன்ஸ்டிடியூஷனுக்கு நான் தான் டீன். பாஸ் നിന്റെ കൂട്ടുകാരനാണല്ലേ, അവനെ ഞാൻ അടിക്കാൻ പറഞ്ഞ അടിക്കണോ? അപ്പടിയല്ല ഇപ്പടി അടിക്കടാ. ഓക്കെ, മലയാള സിനിമയുടെ ആ പഴയ സുവർണകാലം. ആ കാലത്തെ രണ്ട് നായകന്മാരാണ് പ്രേം നസീറും സത്യനും. രണ്ടുപേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇതിൽ ഒരാളെയാണ് നമ്മൾ കാണാൻ പോകുന്നത്, ശ്രീ സത്യനേശൻ നാടാർ. അമ്മേ, കുട്ടികളില്ലാത്ത വിഷമം കാരണം ഞാൻ മൂകാംബിക പോയി തിരിച്ചു വന്നപ്പോൾ വീട് നിറച്ചും കുട്ടികളാണ്. ഇത് ശാന്ത തെറ്റുകാഴ്ച അന്നോ? സുലോചന തെറ്റുകാഴ്ച അന്നോ?
കേന്ദ്രമന്ത്രി KM വർഗീസിന്റെ പമ്പള അച്ചാമ്മ വർഗീസിന് കുതിര സവാരി പഠിക്കണോ അത്രേ. ഇന്ന് തന്നെ ഒരു കുതിരയും ട്രെയിനറെയും നമ്മൾ ബംഗ്ലാവിലേക്ക് അയച്ചു കൊടുക്കുന്നു ത്രൂ പ്രോപ്പർ ചാനൽ. ഭർത്താവെന്ന് അധികാരം വെച്ചുകൊണ്ട് തേർഡ് പോലീസിന്റെ പുറത്തോട്ട് കുതിര കയറുന്നത് പോരാഞ്ഞിട്ടാ അച്ചാമ്മ പോലീസ് കുതിരയുടെ പുറത്തോട്ട്. യവനാകുമ്പോൾ കൊള്ളാം, പോലീസുകാർക്കുള്ളത്ര ക്ഷമ യവനുണ്ടായിക്കൊള്ളുന്നില്ല. ബോബി നോ സോഡ, എനിക്ക് ഓൺതറോക്സ് മതി. അപ്പൊ ഞാൻ ഇറങ്ങട്ടായോ? ഒരു കാലത്ത് മിമിക്രി കൂട്ടുകെട്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കൾ പിന്നീട് അവർ മലയാള സിനിമയുടെ ഇരട്ട സംവിധായകന്മാരായി മാറി. ഈ ഇരട്ട സംവിധായകന്മാരിൽ നിന്നും ഒരാളെ നമുക്ക് നല്ലൊരു നടനായി ലഭിച്ചു. ആ നടനാണ് സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിലെ ലാൽ. ഇനി നിങ്ങളുടെ മുന്നിലേക്ക് ശ്രീ ലാൽ. ശരിയാ, നീ പറഞ്ഞോട് ശരിയാ. എനിക്ക് 2 മാസം പ്രായമുള്ളപ്പോ എന്നെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ പേഴ്സ് സ്വന്തം കാര്യം നോക്കിയപ്പോ ഏതോ ഒരു സ്ത്രീയാ എന്റെ അമ്മ. അങ്ങനെയല്ല എനിക്ക് നിന്റെ അമ്മ ചത്തുന്നേട്ടാ. ശരിയാ വരിക ശരി. ബോംബെയില് ഒരു തെരുവില് ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് വളർന്നവരാ നമ്മള്. എന്നിട്ട് ഈ കേരളത്തിൽ വന്നിട്ട് ഒരു പെണ്ണിനെ കണ്ടപ്പോ നീ പഴമൊക്കെ മറന്നു. ഇനി ഞാനായിട്ടൊരു കുഴപ്പമുണ്ടാക്കില്ല. ഒരു കാലത്ത് മലയാള സിനിമയിലെ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു ചിത്രം എന്ന മോഹൻലാൽ ചിത്രം. ഈ ചിത്രത്തിലെ ഒരു രംഗമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൽ മോഹൻലാൽ വെള്ളമെടുത്ത് അഭിനയിക്കുന്ന ഒരു രംഗത്തിൽ മോഹൻലാലിനോടൊപ്പം നെടുമുടി വേണുവും മോഹൻലാലിന്റെ അമ്മായിയപ്പനായി വേഷമിട്ട അന്ന് ആ നടൻ മരിച്ചുപോയി. അദ്ദേഹത്തിന് ശബ്ദം കൊടുത്തത് നമ്മുടെ മരിച്ചുപോയ നടൻ നരേന്ദ്രപ്രസാദ് ആയിരുന്നു. നരേന്ദ്രപ്രസാദും നെടുമുടി വേണുവും മോഹൻലാലും ഒന്നിക്കുന്ന ഒരു രംഗം. മുഴയില്ല മുഴുവൻ തോണ്ടി രണ്ടുള്ള പൊട്ട നീ തണ്ടയില്ല. കാര്യങ്ങളെല്ലാം എത്രത്തോളം സ്ഥിതിക്ക് എല്ലാം തുറന്നു പറയാൻ പോവാ. ആ താനെന്തോന്നു തുറന്നു പറയാൻ പോവാന്ന്? അയ്യോ ഞാനിവിടെ ആരുമല്ല, ആരുമല്ല വിഷ്ണു. അയ്യോ അതല്ല, ഇത്രയും പരിശുദ്ധാത്മാവായ മേനോ സാറിനെ പറ്റിക്ക് എനിക്ക് പറ്റില്ല. ഞാൻ പറയാൻ പോവാ. എന്താണോ കൈമളെ, ഞാൻ അറിയാത്ത എന്ത് കാര്യമല്ല ഇവിടെ. എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ അറിയണം. അന്നാ 2 കണക്ക് 3 പിന്നെ കരച്ചിലായി പിടിച്ചിലായി കാര്യമായി. അയ്യോ പൂസല്ല പിള്ളേരുടെ മുട്ട ഈ മുട്ട ഇത് കുഞ്ഞുനാളുകളാണ്. ഇപ്പൊ ഒരു പേര് വിളിക്കട്ടെ, കള്ളപ്പിള്ള കള്ളപ്പിള്ള കള്ളപ്പിള്ള. താങ്ക് യു. ഒരുപാട് അച്ഛൻ വേഷങ്ങളും അമ്മാവൻ വേഷങ്ങളും മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത് നനച്ചിരിക്കാത്തൊരു സുപ്രഭാതത്തിൽ മരണം വന്ന് തട്ടിക്കൊണ്ടുപോയൊരു നടനാണ്. ഒടുവിലായി നിങ്ങളുടെ മുന്നിലെത്തുന്നു ശ്രീ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. വെളിച്ചപ്പാടുകിന് ഉറഞ്ഞു തുള്ളല്ലേ. ഒരു ഭാഗത്താണ് അനിയും പപ്പട ആൾക്കാർ, മറുഭാഗത്താണ് ചേട്ടൻ പപ്പട ആൾക്കാർ. പ്രേമേന്ദ്ര നനക്കിടപ്പ ഇനിപ്പറ്റ വഴിയുള്ളൂ, അടുക്കല്ല വഴി. ഈ പ്രൊഫഷണൽ നാടകം നർമ്മരൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരു പ്രൊഫഷണൽ നാടകം. സംപൂജ്യരായ ഗുരുജനങ്ങളെ, നാടകം ആരംഭിക്കുന്നു. ഇനി നാടകത്തെക്കുറിച്ച് സംവിധായകൻ സംസാരിക്കുന്നു. ഇത് ഒരു നാടകമല്ല, നാടകം തന്നെ. നിങ്ങളെവരുടെയും അനുഗ്രഹാശിസുകളോടെ നാടകം ആരംഭിക്കുന്നു. ഇതെന്റെ വിധി, നിങ്ങളുടെയും. അമ്മേ ഭഗവതി, എന്നെ മാത്രം രക്ഷിക്കണേ. ഇന്നെന്റെ 20ാം വിവാഹ വാർഷികമാണ്. എന്റെ ജീവിത വിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി, അവൾ മാത്രമാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയമാണ് അവക്കെന്നെ. ജാനകി, ജാനകി. റേഷൻ കടയിൽ പോയി സ്പെഷ്യലായി വന്ന മണ്ണെണ്ണയും പഞ്ചസാരയും വാങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാചകം അടിക്കുന്നു. എന്തിനാടിയും മണ്ണെണ്ണ? നമുക്ക് ഗ്യാസ് എടുക്കാൻ വേണ്ടി ഗ്യാസ്. അതെന്താ
ഇപ്പോഴെങ്ങനെ തോന്നാൻ? നീ കുടുംബത്തിന്റെ വിളക്കല്ലേ? നീ അടുക്കളയിൽ നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ, 7 വർഷങ്ങൾക്ക് ശേഷം സൗദാമിനിയുടെ കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നു. അമ്മേ, അതിന് നിങ്ങളെന്തിനാ ഞെട്ടിയത്? ജാനു, അത്താഴം മുടങ്ങിയവന്റെ വിഷമം ഊണ് തരാത്തവൾക്കറിയില്ലടി. ഈശ്വരാ, ഉണ്ണി ജയിൽ ചാടിയെന്ന്. ഇനിയിപ്പോ എന്താണോ സംഭവിക്കുന്നത്? വെട്ടൊന്ന് മുറി രണ്ടെന്ന പ്രകൃതക്കാരനാണ് അവൻ. നീ എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ടടി. ഞാനും കരയിൽ തന്നെയാടി നിൽക്കുന്നത്. ജാനകി, പറ, എവിടെയാടി ഞാൻ പോയി ഒന്ന് ഒളിച്ചിരിക്കുന്നത്? രാഘവേട്ടാ, ചെല്ല്. അവൻ എത്തും മുമ്പ് എവിടെയാണെന്ന് വെച്ചാ പോയി ഒളിക്ക്. ആരും രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഉണ്ണിയപ്പം പുറത്തു വന്നു. അതല്ല, ഉണ്ണിയപ്പം പുറത്തു വന്നൂന്ന്. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ സെൻട്രലിന്റെ ഉയരം കൂടിയ മതിലുകളിൽ ചാടിക്കിടന്ന് ഈ ഉണ്ണി എത്തിയിരിക്കുന്നു. എന്തിന്? നിന്നോട് കണക്ക് തീർക്കാൻ. ഉണ്ണി മോനെ, അരുത്. അദ്ദേഹം അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. മാറി നിൽക്കടി. ഞാനില്ലാത്ത സമയത്ത് നീ എന്താ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഉണ്ണി, ഞാൻ വേണ്ട. പഴയ കണക്കൊന്നും ബാക്കി വെക്കുന്നവനല്ല ഈ ഉണ്ണി. ഉണ്ണി, അരുത്. ഉണ്ണി, നീ വരി. ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് നമുക്ക് അരി മേടിക്കാൻ കൊടുത്തു 150 റുപ്യ. ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് നമ്മൾ ഷെയർ ഇട്ട് അടിച്ച 350 റുപ്യ, മൊത്തം 500 രൂപ. ഞാൻ പിടി. ഞാൻ കണക്ക് പറഞ്ഞ് വരലേട്ടെ. കണക്ക് തീർന്ന്. പോട്ടെ അച്ചി, പോട്ടെ അണ്ണ. വൃത്തികെട്ടവൻ വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. ജാനകി, വല്ലാത്ത വിശപ്പ്. നീ ചെന്ന് കഞ്ഞി എടുത്തു വെക്ക്. ആ ശരി. ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. എടാ ശ്രീകുട്ട, നീ എന്തിനിത് ചെയ്തു? മോളെ, നീ കരയാതെ. ചന്ദ്രേട്ടൻ കല്യാണിയെ കൈവിടില്ല മോളെ, വിടില്ല. നിർത്തടി. ആരാടി കല്യാണി? ആരാടി ഈ ശ്രീകുട്ടൻ? പുതിയതായി തുടങ്ങിയ സീരിയലിലെ നായകനും നായികയും അണച്ച. സീരിയല് 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 സീരിയൽ എന്നൊരു വാക്ക് ഇനി വീട്ടിൽ മിണ്ടിപ്പോകരുത്. പിന്നെ പരമ്പര മലയാളത്തിൽ പറഞ്ഞാ മതി. മോളെ രാധേ, നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്ന. അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ വർഷവും നീ പരീക്ഷയ്ക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു വായി നോക്കിക്കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും. ജാനകി, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. അതേ മോളെ, നിന്റെ അച്ഛനെ കൊണ്ട് അമ്മയെ കെട്ടിച്ചതുപോലെ. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതും അച്ഛൻ അറിയുന്നുണ്ടോ? ഇന്നലെ ആ തകഴിയിൽ പ്രേംകുമാർ എന്റെ തിരിനെറ്റിയിൽ ചുംബിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കേവലം 3 അടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരുനെറ്റിയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അച്ഛാ, പ്രേംകുമാറിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരല്പം താന്നു കൊടുത്തതിൽ എന്താ തെറ്റ്? മോളെ, ഇത്രയ്ക്കായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഏതായാലും ആ ജാതകം കണിയാരെ വിളിച്ച് ഇവിടെ മോദകം ഒന്ന് കാണിക്കണം. അല്ല, ആ മോഹനം കണിയാരെ വിളിച്ച് ഇവിടെ ജാതകം ഒന്ന് കാണിക്കണം. Wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic notes, very special for the wonderful people of Malappuram. Ready? പോരാ, നമ്മുടെ എനർജി ഒക്കെ പോയി ഒന്ന് കൈയടിച്ചേ. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയാനെറ്റ് ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തുവാടെ ഈ പാട്ട് എടുത്തിരുന്നത്? ക്രിസ്മസിനുള്ളതാണത്. ഓണത്തിന്റെ പൂക്കളം എടുത്തിട്ടെ
മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ് വന്നണഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം നിന്റെ സുന്ദര പൂമുഖം മറഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ്. മഹാബലി ആര്? ഞാൻ. ചേട്ടാ ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അതെ സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാർ കൊണ്ടുപോയി അവസാനം കിട്ടിയ ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. അണ്ണ ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ? മോനെ മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്നു രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. രാജ്യത്തെ രാജകുമാരി, അതിരില്ല രാജ്യത്തെ രാജകുമാര, ആരോരും കാണാതെ അരികെ വരാമോ? അരികിൽ ഞാൻ വന്നാൽ ഇന്നെന്തു തരും നീ? ഹം സഫർ എക് സറാ റീന ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൾ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയം തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീരൊലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തന്റെടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടി ഞാൻ. തൊട്ടു പോകരുത് നീ ചിരട്ടത്തവിയല്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബസമേതം ഹലോ ചേട്ടാ, അല്ല ഒന്നും പറയാ. ഒരു അനൗൺസ്മെന്റ് ഇന്റർവ്യൂ നടക്കുന്നുണ്ടെന്ന്. എങ്ങനെ ചേട്ടാ? ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ. അത് തന്നെ ചാനലിന്റെ. ശരി, അങ്ങനെ കേട്ടിട്ട് അങ്ങനെ കേട്ടിട്ട് വരുമ്പോ ആദ്യം എന്തെങ്കിലും ഒന്ന് പറയണം. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്താട്ടപ്പോ ഞാൻ വിചാരിച്ചെന്താണ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ ചേട്ടാ, ഇതൊന്നും അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മിമിക്രിയാണ്. അതെ, മിമിക്രി. അതെ. അപ്പൊ ചേട്ടാ എന്താ പേരെന്താ? എന്റെ പേര് കുഞ്ഞാലി. കുഞ്ഞാലി എവിടെയായിരുന്നു? ബംഗാളി. ബംഗാളിന്ന്. എന്താ ജോലി? എന്താ
കന്നാലിന്റെ പണിയാണ്. കന്നാലിന്റെ പണിയല്ലേ അത് കണ്ടപ്പോ 10 വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് ഇങ്ങനെ 20 വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ്. ആ എന്താ ചേട്ടാ മെയിൻ പണിക്കാരനാവാത്ത എന്താ? മെയിൻ പണിക്കാരനാണ്. മെയിൻ പണിക്കാരനാണെങ്കിൽ വെയിൽ കൊള്ളണം, മേലെ വെയിൽ കൊള്ളണം. അവന് പിന്നെ പണിക്കാരെ കണക്കെടുക്കണം, കമ്പീന്റെ കണക്കെടുക്കണം. ഇതൊന്നും പോരായിട്ട് 10-50 ആളെ കൂടി വൈകുന്നേരം കണക്കാരനോടൊപ്പം ഞാൻ ഒപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ടു. വൈകുന്നേരം കൂലി ഒന്നിച്ച് തരുമ്പോ ഇത് കണക്കൂട്ടി കൊടുക്കാൻ തരാനാണ് ഏറ്റവും വലിയ പാടല്ലേ? വൈകുന്നേരമാകുമ്പോ രാവിലെ തൊട്ട് വൈകുന്നേരമാകുമ്പോ മുത്തിനടി കൂടെ ഇങ്ങനെ കറങ്ങി കളിച്ചാൽ 10-750 ഉറുപ്പിയും ചെലവും കിട്ടുമല്ലോ. ഇതാവുമ്പോ വൈകുന്നേരം വരെ മുത്തിന്റെ അടി കൂടി തിരിഞ്ഞു കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂലി കിട്ടും. മറ്റേതാവുമ്പോ ടെൻഷനാണെന്ന്. ഓക്കെ 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 ചേട്ടാ പിന്നെന്താന്നറിയോ, ഈ ബംഗാളീസ് ഉണ്ടല്ലോ, ബംഗാളീസ് വന്നുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണോ കുറവാണ്? കൂടുതലാണ്. പണി കൂടുതലാണ്. പക്ഷെ എല്ലാരും പറയുന്നത്, ഇവിടെയുള്ള എല്ലാരും പറയുന്നത് എന്താന്ന് പറഞ്ഞാല് ബംഗാളീസ് വന്നുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി എന്നുള്ളൊരു കംപ്ലൈന്റ് ആണ്. പണി കൂടുതലാണ്. അതെന്താ പണി കൂടുതൽ? ഇങ്ങനെ പണിക്ക് പോവുക, ബംഗാളീസിന്റെ കൂടെ പണിക്ക് പോവുക. എന്നിട്ട് അപ്പൊ ഞാൻ ചെയ്ത് അടിപൊളിയായിട്ട് 10-50 ചാക്കിന്റെ സിമെന്റൊക്കെ ആയിട്ട് വാർപ്പം കഴിച്ചു. അങ്ങനെ ക്ഷീണിച്ച് പൊരേ വന്ന് കുത്തിരിക്കുക. അന്നേരം പെട്ടെന്നൊരു ഫോൺ കോള്. ശരി, വാർപ്പ് നന്നായിരുന്നു. ഈ വാർപ്പ് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു കുപ്പീന്റെ പരിപാടി അതിനു വേണ്ടി വിളിച്ചതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് ചെന്ന് നോക്കിയതല്ലേ, കുത്തും വാർപ്പൊക്കെ അപ്പാട് നിലത്ത് കിടക്കുക. നിലത്ത് കിടക്കണേ. എന്താ സംഭവിച്ചു? സംഭവം എന്ന് പറഞ്ഞാല് ഞങ്ങള് അടിപൊളിയായിട്ട് വാർപ്പ് ഈ വാർപ്പിന് മുകളില് ഈ പലകയുടെ മുകളില് കമ്പിയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നിരത്തിയൊക്കെ സംവിധാനം പലകൊക്കെ അടിച്ച് കമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ വാർക്കുക. ഇതെന്ത് ചെയ്ത് ഇതെടുത്ത് പൊരേന്റെ വേഗം കൊണ്ടച്ച് അവിടെ കൊണ്ടെത്തി. ഇത് ഇല്ലാണ്ടല്ലേ വാർത്ത. ഈ കമ്പി കെട്ടാതെയാണ് വാർത്തത്. എന്നാ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണേൽ യാതൊരു സംശയമില്ല. മുതലാളി തന്നെ പാവപ്പെട്ടവനാണ്. നിങ്ങളെ മുതലാളി പാവപ്പെട്ടവനാണ്. അത് ഇത് കണ്ടപ്പോ മനസ്സിലായി അയാൾ അല്ലെങ്കിലും പാവപ്പെട്ടവനായി പോകും. എന്നിട്ട് അങ്ങനെ ഇപ്പൊ നമ്മളെ അയൽവക്കത്ത് വേറൊരു പൊരേന്റെ വീണിട്ട് ആടെയാണ് വെച്ചു. നിങ്ങൾ അയൽപക്കത്ത് വേറൊരു പോലെ ഇതുപോലെ വീട്ടുണ്ട്, അവിടെയാണുള്ളത്. അങ്ങോട്ട് വിളിക്കും. എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല. നിങ്ങളെ വിളിക്കും. എന്തിന് നിങ്ങളെ വിളിച്ചിട്ട് ഇനി അടുത്ത വീട് കൂടി വീട്ടു വേണം. ചേട്ടാ ഇത് വാർക്കപ്പണിക്കാർക്കുള്ളതല്ല, ഇത് മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ചേട്ടാ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ? വെറുതെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. എന്താ ഉള്ളത്? എന്തായാലും മതി. അനുഭവിക്കാണ്, അനുകരിക്കാം. മിമിക്രി മിമിക്രി ചെയ്യാ. ഒരു ഗാനമേള തുടങ്ങുമ്പോ ഒരു വെസ്റ്റേൺ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. മ്യൂസിക് കാര്യങ്ങളുണ്ട്. അതൊന്ന് കൈയടിക്കണേ. കൈയടിക്കും. വെറൈറ്റി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് എന്താണ് വ്യത്യസ്തമായിട്ടുള്ളത്? വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. ഈ പഴയ കാലത്ത് മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറിൽ നിന്ന് വെള്ളം ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. അതിന് the wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic notes, very special for the wonderful people of Malappuram. Ready? Pora, nammade energy ke poi endu kai adiche. Wow, thanks a lot.
നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയാനെറ്റ് ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. ഇതാരടാ ഇത്? മഹാബലി. ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അതെ സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാർ കൊണ്ടുപോയി അവസാനം കിട്ടിയ ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ? മോനെ മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്നു രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൾ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറിപ്പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയം തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീരൊലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തന്റെ ഇടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറി ആടിയ ഞാൻ. തൊട്ടു പോകരുത് ഈ ചിരട്ടത്തവിയല്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബസമേതം തലതല്ലിച്ചാകാൻ ഒരു സീരിയൽ മാമാങ്കം ചിരട്ടത്തവി. അവളുടെ ദുഃഖങ്ങൾക്ക് അറുതി വരുത്തുവാൻ അവനെത്തുന്നു. നിരഞ്ജൻ. ചിരട്ടത്തവിയെ 10 രൂപയ്ക്ക് 2 എണ്ണം. ചിരട്ടത്തവിയെ. ചിരട്ടത്തവി WZ ഗോപാലൻ പരമ്പര. ഈ പരിപാടികളെല്ലാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ന്യൂ രാജസ്ഥാൻ മാർബിൾ, കൊട്ടിയം, ചിറയൻകീഴ്, ചേർത്തല. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം ന്യൂ പാകിസ്ഥാൻ ഗ്രാനൈറ്റ്. ഞങ്ങൾക്ക് ബ്രാൻഡേ ഇല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന മമ്മൂക്ക അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉടനെ വേദിയിൽ എത്തുന്നതാണ്. ഓക്കെ. മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ മമ്മൂക്ക അവിടെ റെഡി ആകുമെന്ന്. യെസ്, മമ്മൂട്ടി വരും. മലയാളത്തിന്റെ ഇപ്പോഴും കോളേജ് കുമാരികളുടെ ഗ്ലാമർ താരം ശ്രീ മമ്മൂക്ക തന്നെയാണ്. നല്ലൊരു കൈഡി മമ്മൂക്കയ്ക്ക് കൊടുക്കാം.
താങ്ക് യു. മലയാളത്തിൻ്റെ ജനപ്രിയ നായകൻ ശ്രീ ദിലീപിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. സൗണ്ട് ചെയ്യുന്നേട്ടാ. ദിലീപേട്ടൻ്റെ ശബ്ദം ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. നന്നാവുകയാണെങ്കിൽ ഓക്കെ. ഞാൻ പറയട്ടെ, പറഞ്ഞോട്ടെ, അർപ്പിക്കല്ലേ, തെറ്റിപ്പോവും. പരിഹസിക്കരുത്, എനിക്ക് കുട്ടിയെ ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, ഒരുപാട്. ലാലേട്ടനല്ല, ദിലീപ. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമെന്ന് പറയൂ, എനിക്കിഷ്ടമല്ല അങ്ങനെ പറയരുത്. ജീവിക്കാൻ വേറെ വഴിയില്ലേട്ടാ. ആശാരിപ്പണിക്ക് വന്നേ. കുട്ടിയുടെ ഈ കണ്ണും ഈ മൂക്കും ഈ ചുണ്ടും ഒക്കെ സ്വന്താക്കി ഞാൻ പോട്ടെ പാപ്പേടത്തി. താങ്ക് യു. തമിഴ് സിനിമയിലെ പഴയ ഒരു കോമഡി താരമാണ് ശ്രീ സെന്തിൽ. എല്ലാവർക്കും അറിയാമോ? ഒരുപക്ഷെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും. തമിഴ് സിനിമയിലെ പഴയ കോമഡി താരം ശ്രീ സെന്തിൽ. ஐயோ என்னங்க என்ன சொல்லுங்க நான் 7th கிளாஸ் பாஸ் பண்றேன் நீ 10th கிளாஸ் ஃபெயில் பண்றேன் பாஸ் தெரிச்சா ஃபெயில் பரிசா வாச்சானி பரிசா பண்றீங்களா ஐயோ. താങ്ക് യു. മാപ്പിളപ്പാട്ടുകൾ പാടി അദ്ദേഹം കഴിവ് തെളിയിച്ചു. ആരാ വരുന്നുണ്ടത്? അദ്ദേഹം കഴിവ് തെളിയിച്ചു. പക്ഷേ അദ്ദേഹം അഭിനയിച്ച ഒരു ആൽബം ഉണ്ടല്ലോ, അത് ലോക മലയാളികൾ കണ്ട് കൈയടി ഏറ്റുവാങ്ങിയ ഒരു ആൽബമാണ്. അദ്ദേഹം ജീവനോടെ ഇവിടെ ഇരിപ്പുണ്ട്, ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ജീവനോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അബി അനുകരിക്കുകയാണ്. അത് ആരാണ് എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ രൂപവും സാദൃശ്യവും ജീവനും ഉണ്ടെങ്കിൽ കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അത് ആരാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒറ്റ നോട്ടത്തിൽ തന്നെ നിന്നെ പിടിച്ചു പെണ്ണേ ചക്കന് പിടിച്ചു പെണ്ണേ. അറ്റമില്ലാത്ത സ്നേഹം നീ അറിയും പൊന്നേ. കണ്ണും എന്തോ കൈമാറിയോ, കൽവിൻ കൂട്ടിൽ പ്രേമക്കുയിൽ കേറിയോ. സമ്മത ചിരിയാണ് സമ്മാനം, ഈ സന്ധ്യക്ക് തിരിതാട്ടും ചെമ്മാനം, ഈ സന്ധ്യക്ക് തിരിതാട്ടും ചെമ്മാനം. താങ്ക് യു. ശ്രീ താജുദ്ദീൻ വടകരെ അതിമനോഹരമായിട്ട് അബി അനുകരിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നന്നായെങ്കിൽ കൈയടിക്കണം. താങ്ക്സ്. അദ്ദേഹം ഇവിടെ ഉണ്ട്. ഇല്ലേ, പോയോ? പാവം, സാരമില്ല. ഓക്കെ, ഇനി നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും വേദിയിലെത്തും. അതിനു മുമ്പ് 1-2 പാട്ടുകൾ കൂടി. ഓക്കെ ദെൻ, താങ്ക്സ്. ഈ പ്രൊഫഷണൽ നാടകം നർമ്മരൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരു പ്രൊഫഷണൽ നാടകം. സംപൂജ്യരായ ഗുരുജനങ്ങളെ, നാടകം ആരംഭിക്കുന്നു. ഇനി നാടകത്തെ കുറിച്ച് സംവിധായകൻ സംസാരിക്കുന്നു. ഇത് ഒരു നാടകമല്ല, നാടകം തന്നെ. നിങ്ങളെവരുടെയും അനുഗ്രഹാശിസുകളോടെ നാടകം ആരംഭിക്കുന്നു. ഇതെന്റെ വിധി, നിങ്ങളുടെയും. അമ്മേ ഭഗവതി, എന്നെ മാത്രം രക്ഷിക്കണേ. ഇന്നെന്റെ 20ാം വിവാഹ വാർഷികമാണ്. എന്റെ ജീവിത വിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി, അവൾ മാത്രമാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയമാണ് അവക്കെന്നെ. ജാനകി, ജാനകി. റേഷൻ കടയിൽ പോയി സ്പെഷ്യലായി വന്ന മണ്ണെണ്ണയും പഞ്ചസാരയും വാങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാചകം അടിക്കുന്നോ? എന്തിനാടി മണ്ണെണ്ണ? നമുക്ക് ഗ്യാസ് എടുക്കാൻ വേണ്ടി ഗ്യാസ്. അതെന്താ ഇപ്പോഴങ്ങനെ തോന്നാൻ? നീ കുടുംബത്തിന്റെ വിളക്കല്ലേ. നീ അടുക്കളയിൽ നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ, 7 വർഷങ്ങൾക്ക് ശേഷം സൗദാമിനിയുടെ കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നു. അമ്മേ, അതിന് നിങ്ങൾ എന്തിനാ ഞെട്ടിയത്? ജാനു, അത്താഴം മുടങ്ങിയവന്റെ വിഷമം ഊണ് തരാത്തവൾക്കറിയില്ലടി. ഈശ്വരാ, ഉണ്ണി ജയിൽ ചാടിയെന്ന. ഇനിയിപ്പോ എന്താണോ സംഭവിക്കുന്നത്? വെട്ടൊന്ന് മുറി 2 പ്രകൃതക്കാരനാണ് അവൻ. നീ എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ടടി. ഞാനും കരയിൽ തന്നെയാടി നിൽക്കുന്നത്. ജാനകി, പറ,
എവിടെയാണ് ഞാൻ പോയി ഒന്ന് ഒളിച്ചിരിക്കുന്നത്? രാഘവേട്ട ചെല്ല്, അവൻ എത്തും മുമ്പ് എവിടെയാണെന്ന് വെച്ചാ പോയി ഒളിക്ക്. ആരും രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഉണ്ണിയപ്പം പുറത്തു വന്നു. അതല്ല, ഉണ്ണിയപ്പം പുറത്തു വന്നൂന്ന്. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ സെൻട്രലിന്റെ ഉയരം കൂടിയ മതിലുകളിൽ ചാടിക്കിടന്ന് ഈ ഉണ്ണി എത്തിയിരിക്കുന്നു. എന്തിന്? നിന്നോട് കണക്ക് തീർക്കാൻ. ഉണ്ണി മോനെ, അരുത്. അദ്ദേഹം അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. മാറി നിൽക്കടി. ഞാനില്ലാത്ത സമയത്ത് നീ എന്റെ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഉണ്ണി ഞാൻ വേണ്ട. പഴയ കണക്കൊന്നും ബാക്കി വെക്കുന്നവനല്ല ഈ ഉണ്ണി. ഉണ്ണി അരുത്. ഉണ്ണി നീ വരി. ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് നമുക്ക് അരി മേടിക്കാൻ കൊടുത്തു 150 റുപ്യ. ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് നമ്മൾ ഷെയർ ഇട്ട് അടിച്ച 350 റുപ്യ, മൊത്തം 500 രൂപ. ഞാൻ പിടി. ഞാൻ കണക്ക് പറഞ്ഞ് വരലേട്ടെ. കണക്ക് തീർന്ന്. പോട്ടെ അച്ചി, പോട്ടെ അണ്ണ. വൃത്തികെട്ടവൻ വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. ജാനകി, വല്ലാത്ത വിശപ്പ്. നീ ചെന്ന് കഞ്ഞി എടുത്തു വെക്ക്. ആ ശരി. ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. എടാ ശ്രീകുട്ട, നീ എന്തിനത് ചെയ്തു? മോളെ നീ കരയാതെ. ചന്ദ്രേട്ടൻ കല്യാണിയെ കൈവിടില്ല മോളെ, വിടില്ല. നിർത്തടി. ആരാടി കല്യാണി? ആരാടി ഈ ശ്രീകുട്ടൻ? പുതിയതായി തുടങ്ങിയ സീരിയലിലെ നായകനും നായികയുമാണ് അച്ഛാ. സീരിയല് 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 സീരിയൽ എന്നൊരു വാക്ക് ഇനി ഈ വീട്ടിൽ മിണ്ടിപ്പോകരുത്. പിന്നെ പരമ്പര മലയാളത്തിൽ പറഞ്ഞാ മതി. മോളെ രാധേ, നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്ന അച്ഛാ. അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ വർഷവും നീ പരീക്ഷയ്ക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു വായി നോക്കിക്കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും. ജാനകി, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. അതേ മോളെ, നിന്റെ അച്ഛനെ കൊണ്ട് അമ്മയെ കെട്ടിച്ചതുപോലെ. അച്ഛാ, ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതും അച്ഛൻ അറിയുന്നുണ്ടോ? ഇന്നലെ ആ തകഴിയിൽ പ്രേംകുമാർ എന്റെ തിരിഞ്ഞെറ്റിൽ ചുംബിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കേവലം 3 അടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരുനെറ്റിയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അച്ഛാ, പ്രേംകുമാറിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരല്പം താന്നു കൊടുത്തതിൽ എന്താ തെറ്റ്? മോളെ, ഇത്രയ്ക്കായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഏതായാലും ആ ജാതകം കണിയാരെ വിളിച്ച് ഇവിടെ മോദകം ഒന്ന് കാണിക്കണം. അല്ല, ആ മോഹനം കണിയാരെ വിളിച്ച് ഇവിടെ ജാതകം ഒന്ന് കാണിക്കണം. ഈ പ്രൊഫഷണൽ നാടകം നർമ്മരൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരു പ്രൊഫഷണൽ നാടകം. സംപൂജ്യനായ ഗുരുജനങ്ങളെ, നാടകം ആരംഭിക്കുന്നു. ഇനി നാടകത്തെ കുറിച്ച് സംവിധായകൻ സംസാരിക്കുന്നു. ഇത് ഒരു നാടകമല്ല, നാടകം തന്നെ. നിങ്ങളെവരുടെയും അനുഗ്രഹാശിസുകളോടെ നാടകം ആരംഭിക്കുന്നു. ഇതെന്റെ വിധി, നിങ്ങളുടെയും. അമ്മേ ഭഗവതി, എന്നെ മാത്രം രക്ഷിക്കണേ. ഇന്നെന്റെ 20ാം വിവാഹ വാർഷികമാണ്. എന്റെ ജീവിത വിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി അവൾ മാത്രമാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയമാണ് അവക്കെന്നെ. ജാനകി, ജാനകി. റേഷൻ കടയിൽ പോയി സ്പെഷ്യലായി വന്ന മണ്ണെണ്ണയും പഞ്ചസാരയും വാങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാചകം അടിക്കുന്നോ? എന്തിനാടി മണ്ണെണ്ണ? നമുക്ക് ഗ്യാസ് എടുക്കാൻ വേണ്ടി ഗ്യാസ്. അതെന്താ ഇപ്പോഴങ്ങനെ തോന്നാൻ? നീ കുടുംബത്തിന്റെ വിളക്കല്ലേ. നീ അടുക്കളയിൽ നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ, 7 വർഷങ്ങൾക്ക് ശേഷം സൗദാമിനിയുടെ കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നു. അമ്മേ, അതിന് നിങ്ങൾ എന്തിനാ ഞെട്ടിയത്? ജാനു, അത്താഴം മുടങ്ങിയവന്റെ വിഷമം ഊണ് തരാത്തവൾക്കറിയില്ലടി. ഈശ്വര, ഉണ്ണി ജയിൽ ചാടിയെന്ന്. ഇനിയിപ്പോ എന്താണോ സംഭവിക്കുന്നത്? വെട്ടൊന്ന് മുറി 2 എന്ന പ്രകൃതക്കാരനാണ് അവൻ. നീ എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ടടി. ഞാനും കരയിൽ തന്നെയാടി നിൽക്കുന്നത്. ജാനകി, പറ,
എവിടെയാണ് ഞാൻ പോയി ഒന്ന് ഒളിച്ചിരിക്കുന്നത്? രാഘവേട്ട ചെല്ല്, അവൻ എത്തും മുമ്പ് എവിടെയാണെന്ന് വെച്ചാ പോയി ഒളിക്ക്. ആരും രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഉണ്ണിയപ്പം പുറത്തു വന്നു. അതല്ല, ഉണ്ണിയപ്പം പുറത്തു വന്നൂന്ന്. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ സെൻട്രലിന്റെ ഉയരം കൂടിയ മതിലുകളിൽ ചാടിക്കിടന്ന് ഈ ഉണ്ണി എത്തിയിരിക്കുന്നു. എന്തിന്? നിന്നോട് കണക്ക് തീർക്കാൻ. ഉണ്ണി മോനെ, അരുത്. അദ്ദേഹം അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. മാറി നിൽക്കടി. ഞാനില്ലാത്ത സമയത്ത് നീ എന്താ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഉണ്ണി ഞാൻ വേണ്ട. പഴയ കണക്കൊന്നും ബാക്കി വെക്കുന്നവനല്ല ഈ ഉണ്ണി. ഉണ്ണി അരുത്. ഉണ്ണി നീ വരി. ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് നമുക്ക് അരി മേടിക്കാൻ കൊടുത്തു 150 റുപ്യ. ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് നമ്മൾ ഷെയർ ഇട്ട് അടിച്ച 350 റുപ്യ, മൊത്തം 500 രൂപ. ഞാൻ പിടി. ഞാൻ കണക്ക് പറഞ്ഞ് വരലേട്ടെ. കണക്ക് തീർന്ന്. പോട്ടെ അച്ചി, പോട്ടെ അണ്ണ. വൃത്തികെട്ടവൻ വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. ജാനകി, വല്ലാത്ത വിശപ്പ്. നീ ചെന്ന് കഞ്ഞി എടുത്തു വെക്ക്. ആ ശരി. ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. എടാ ശ്രീകുട്ട, നീ എന്തിനിത് ചെയ്തു? മോളെ, നീ കരയാതെ. ചന്ദ്രേട്ടൻ കല്യാണിയെ കൈവിടില്ല മോളെ, വിടില്ല. നിർത്തടി. ആരാടി കല്യാണി? ആരാടി ഈ ശ്രീകുട്ടൻ? പുതിയതായി തുടങ്ങിയ സീരിയലിലെ നായകനും നായികയുമാണ് അച്ഛാ. സീരിയല് 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 സീരിയൽ എന്നൊരു വാക്ക് ഇനി ഈ വീട്ടിൽ മിണ്ടിപ്പോകരുത്. പിന്നെ പരമ്പര മലയാളത്തിൽ പറഞ്ഞാ മതി. മോളെ രാധേ, നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്ന അച്ഛാ. അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ വർഷവും നീ പരീക്ഷയ്ക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു വായി നോക്കിക്കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും. ജാനകി, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. അതേ മോളെ, നിന്റെ അച്ഛനെ കൊണ്ട് അമ്മയെ കെട്ടിച്ചതുപോലെ. അച്ഛാ, ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതും അച്ഛൻ അറിയുന്നുണ്ടോ? ഇന്നലെ ആ തകഴിയിൽ പ്രേംകുമാർ എന്റെ തിരുനെറ്റിയിൽ ചുംബിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കേവലം 3 അടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരുനെറ്റിയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അച്ഛാ, പ്രേംകുമാറിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരല്പം താന്നു കൊടുത്തതിൽ എന്താ തെറ്റ്? മോളെ, ഇത്രയ്ക്കായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഏതായാലും ആ ജാതകം കണിയാരെ വിളിച്ച് ഇവിടെ മോദകം ഒന്ന് കാണിക്കണം. അല്ല, ആ മോഹനം കണിയാരെ വിളിച്ച് ഇവിടെ ജാതകം ഒന്ന് കാണിക്കണം.